ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യാം. മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ അവനത് യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഇതുവരെയും ജനിച്ചവരാരും തന്നെ, മരിച്ചുപോയവരാരും തന്നെ തിരിച്ചു ഇപ്പോൾ വന്നതായിട്ട് നമുക്കറിയില്ല. ചിലരൊക്കെ ദർശനവും വെളിപ്പാടിലുമൊക്കെ വരുന്നെങ്കിലും, കാരണം ഒരു പ്രാവശ്യം മാത്രമേ ദൈവം മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവൻ ആ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അവന് നല്ല കാര്യവും ചെയ്യാം, തിന്മയും ചെയ്യാം. നമ്മൾ കാണുന്നുണ്ടല്ലോ, സമൂഹത്തിൽ ഒരു കൂട്ടർ നന്മ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേറൊരു കൂട്ടർ തിന്മയിലേക്ക് തന്നെ പോകുന്നുണ്ട്. മനുഷ്യരെ പൊതുവെ നിഷ്പക്ഷമതികളാണ്, അല്ലെങ്കിൽ അവരൊരു മീഡിയ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മധ്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ രണ്ട് സ്പിരിറ്റുകൾ, അതായത് പൗലോസ് അപ്പോസ്തലൻ അതിനെപ്പറ്റി കോരിന്ത്യർ പറയുമ്പോൾ 3 ആത്മാവിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് മനുഷ്യാത്മാവ്, സ്പിരിറ്റ് ഓഫ് മാൻ. 2 ദൈവത്തിൻ്റെ ആത്മാവ്. 3 ലോകത്തിൻ്റെ ആത്മാവ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 3 ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ നിഷ്പക്ഷമായിട്ട് നടുക്ക് നിൽക്കുന്ന മനുഷ്യൻ്റെ ആത്മാവാണ്. പക്ഷേ ഈ ആത്മാവിന് തന്നെ ഒരിക്കലും മുൻപോട്ട് പോകാൻ, ഒരു പരിധിവരെ കൂടുതൽ പോകാൻ സാധ്യമല്ല. അപ്പോൾ നമുക്കറിയാം, ഈ ഫ്രീക്വൻസി റേഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ, ഞങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ട് ഈ സമയത്തിന് അതിനകത്തൊരു പോർഷനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അതായത് റേഡിയോ നിലയത്തിൽ നിന്ന് ഈ ഒരു പാട്ടോ ഒരു മെസ്സേജോ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു നമുക്കൊരു ഓഡിയോ വേവ്സിനെല്ലാം ഒരു റേഞ്ച് ഉണ്ട്. ഇപ്പം ഞാനിവിടുന്ന് ഈ മൈക്കെല്ലാം സംസാരിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ആ സ്പീച്ച്, ആ ഫ്രീക്വൻസി ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ ശബ്ദം തരംഗങ്ങൾ ഈ ഹോളിൻ്റെ അങ്ങേയറ്റം വരെയിൽ പോവാം. പക്ഷേ ഇത് മൈക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ട്രിവാൻഡ്രം റേഡിയോ നിലയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഓഡിയോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആരുടെങ്കിലും ഒരു പാട്ടോ മെസ്സേജോ ഇടുക്കിയിലോ ഇതിൻ്റെ അവസാന ഘട്ടത്തിലിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയുന്നതിൻ്റെ കാരണം, ഇതിന് ഈ ഓഡിയോ ഫ്രീക്വൻസിയോടുകൂടെ വേറൊരു റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു അഡീഷണൽ ഒരു ഫ്രീക്വൻസി ആഡ് ചെയ്യും. അപ്പോൾ ആ ഫ്രീക്വൻസി ഇതിനെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണ് കിലോ ഹാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെഗാ എന്നൊക്കെ പറഞ്ഞവരെ റേഞ്ച് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് അത് കേൾക്കാൻ കഴിയും. പക്ഷേ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിനിതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ്, വഹിച്ചുകൊണ്ട് പോകുന്ന ഘട്ടമാണ്. അപ്പോൾ ഇടുക്കിയിലേക്ക് നമുക്ക് അവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു പാട്ട് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓൺ ചെയ്തിട്ട് ട്യൂൺ ചെയ്യുകയാണ്. ട്യൂൺ എന്താണ് സംഭവിക്കുന്നത്? ട്യൂൺ ചെയ്യുന്ന സമയത്തിൽ ഈ ഓഡിയോ ഫ്രീക്വൻസിയും റേഡിയോ ഫ്രീക്വൻസിയും തമ്മിൽ മിക്സ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് എന്ത് ചെയ്യണം? ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസിയെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഓഡിയോ ഫ്രീക്വൻസിയെ കൊടുത്ത് അത് AM ആംബുലേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് ഇത് അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ കാതിൽ കേൾക്കാൻ നമുക്ക് സാധിക്കും. അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൻ്റെ കാരണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റർബൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം മാറിപ്പോവുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കണമെങ്കിൽ, താഴോട്ട് ഏറ്റവും നരകത്തിൽ എത്തിക്കണമെങ്കിൽ, ഇതുപോലെ ഒന്നുകിൽ ദൈവികമായ സ്പിരിറ്റ് നമ്മളെ സഹായിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ ദൈവ മനുഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ അവൻ ഉയരത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കും. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഉയരത്തിലെ ജ്ഞാനം എന്ന് വായിച്ച്, അത് നിർമ്മലവും 3-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 3:17 വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും. ഈ ലോകത്തിലെ ജ്ഞാനത്തിലേക്ക് അല്ല, ദൈവിക ജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യം പറയുന്നു? ഒന്ന് വീണ്ടും വായിച്ച്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം പിന്നെ സമാധാനം ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും. നോക്കണം. അപ്പം ഇതൊരു ഭാഗം പോകും തന്നെ
ലോകത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ ക്യാൻവാസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ബഹുദൂരത്തിലെത്തിക്കും. പണ്ടൊരാൾ പറഞ്ഞ പോലെ, പണ്ട് ചില നമ്മുടെ നാട്ടുഭാഷ ചില പറയും, ചില നാളിൽ ജനിക്കുന്ന മനുഷ്യർ എങ്ങനെയായാലും ഒരു കീർത്തി ഉണ്ടാകുമെന്നാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ഒന്നുകിൽ നല്ല രീതിയിൽ അവർ ഈ പറഞ്ഞ പോലെ പ്രശസ്തിയാക്കി തീർക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും തിന്മയായ വശങ്ങളിലേക്ക് അവരെ ആക്കുമെന്നിങ്ങനെ നാട്ടുഭാഷയിൽ പറയാറുണ്ട്. പക്ഷേ ഇത് നാളല്ല വിഷയം, നമ്മളിൽ കൂടിയിരിക്കുന്ന സ്പിരിറ്റാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തിലെ ജ്ഞാനമല്ല. അപ്പോൾ ലോകത്തിലെ ജ്ഞാനത്തിനും ദൈവജ്ഞാനത്തിനും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസാണ്. അതിന് യാക്കോബ് പറയുന്നു, ഈ ലോകജ്ഞാനത്തിന് എന്താ സംഭവിക്കുന്നത്? ഒന്നാമത് ഭൗമികം. വായിച്ച്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ശ്രദ്ധിക്കുക, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലാത്തതിന് എന്ത് പറയുന്നു? അതിന് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എന്താ? വായിച്ചേ. ഭൗമികവും പ്രാകൃതവും. ഭൗമികം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിക്കുரிய കാര്യങ്ങളാണ്. അവർ ഭൂമിക്കുரிய കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അത് പിന്നെ എവിടെ പോയി തീരും? ഭൗമികവും പ്രാകൃതവും. ഈ പ്രാകൃതം എന്നുള്ളതിന് രണ്ടാവും. നാച്ചുറൽ, അത് പ്രകൃതിപരമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തങ്ങളൊക്കെ പോകുന്നെങ്കിലും, പക്ഷേ എൻ്റെ അവസാനത്തിൽ നിർത്തുന്നത്, വായിച്ചേ, പൈശാചികവുമായി മാറിയത്. ഇത് ലോകത്തിൽ കണ്ടുപിടുത്തങ്ങൾ നോക്കിയേ, കണ്ടുപിടിച്ചെല്ലാം മനുഷ്യൻ്റെ തലയ്ക്ക് നാശമല്ല ഉണ്ടാകും. ഇപ്പം അമേരിക്കയും ഇന്ത്യയായിട്ട് വലിയ സഖ്യത്തിൽ കൂടി ഇപ്പോൾ അവർ തമ്മിൽ ഉടക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും ഭയമാണ്. കാരണം എന്താ? ഏത് സമയത്താണ് ആറ്റം ബോംബ് വീഴുന്നതാണ്. എല്ലാ രാജ്യങ്ങളും, പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്. ഇതെപ്പോഴാണ് ഇന്ത്യയുടെ തല വീഴുന്നത്? ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ വേറൊരു രീതിയിൽ. ഇങ്ങനെ മനുഷ്യൻ്റെ ജ്ഞാനവും കണ്ടുപിടുത്തമല്ല അവർ തന്നെ. ഇനി ഈ കാലത്തിൽ ആധുനികമായ വളങ്ങൾ, രാസവളങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ, ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച് വളരെ മുന്നേറ്റം വന്നെന്ന് പറഞ്ഞാലും ഇതെല്ലാം സൈഡ് എഫക്റ്റിലൂടെ വീണ്ടും നാശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് രണ്ട് സ്പിരിറ്റാണ്. അതാണ് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ, മറ്റത് ലോകത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. 2-ാം അധ്യായത്തിലാണോ? 1 കൊരിന്ത്യർ 2-ലാന്ന് തോന്നി. ഈ 3 ആത്മാവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. 2-4 വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിൽ മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല. അപ്പൊ ലോകത്തിന്റെ ജ്ഞാനം വശീകരണത്തിലേക്ക് പോവുകയാണ്, മനുഷ്യനെ ചതിക്കുക. അതാണ് ഏദനിൽ സാത്താൻ പ്രയോഗിച്ചത്. അവൻ ലോകത്തിൻ്റെ സമൃദ്ധി, പ്രോസ്പെരിറ്റി, നിങ്ങൾ ഐശ്വര്യാത്മാകും, നിങ്ങൾ അങ്ങനെയാകും, ഇങ്ങനെയാകും, ലോകത്തിൽ വലിയവരാകും, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യന് അട്രാക്ഷൻ വരും. ഇന്നിപ്പം ആത്മീയ ഗോളത്തിലെ സ്റ്റേജ് പ്രസംഗങ്ങളിൽ, ഉണർവ് യോഗങ്ങളെല്ലാം പറയുന്നത് തന്നെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, വിദേശത്ത് കൊണ്ടുപോകും, തോട്ടം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്ന് പറഞ്ഞുള്ളതായ ആ അട്രാക്ഷനിലേക്ക് മനുഷ്യൻ കൊണ്ടുപോവുകയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കൂടെ പ്രാപിക്കാൻ പോകുന്ന ദൈവിക ചൈതന്യങ്ങളിലേക്ക് മനുഷ്യനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ വാക്യം വായിക്കാൻ, ലോകത്തിൻ്റെ ആത്മാവും 11-ാം വാക്യം വായിച്ച്, 2:11. മനുഷ്യനിലുള്ളത് അവനിലുള്ള മനുഷ്യാത്മാവ്, പിന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവ്. നോക്കണം, ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിലുള്ള ദൈവാത്മാവ്. അടുത്തത്, ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. മതി. അപ്പം 3 ആത്മാവിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇതുപോലെയാണ് നാം ലോകത്തിൻ്റെ ആത്മാവിനോട് ചേർന്നാണ് നമ്മുടെ സഹവാസമെങ്കിൽ അവൻ നമ്മളെ ഭൗമികരാക്കി മാറ്റും. യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താൻ എന്താ പറഞ്ഞത്? നീ എന്നെ ആരാധിച്ചാൽ ഞാനിതൊക്കെ നിനക്ക് തരും. പക്ഷേ എന്താ ഗുണം? പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച് ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് എന്താ? ഇല്ലേ? ചില പണത്തിന്മേൽ ആർത്തിയുള്ള മനുഷ്യരെ ഗൾഫ് നാടുകളിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത്, ആരംഭകാലങ്ങൾ 80 കാലങ്ങളൊക്കെ പോകുമ്പോൾ അവർ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പണം കിട്ടുന്നു. ഓവർ ടൈം ചെയ്താൽ പണം കിട്ടും. അപ്പോൾ ഈ പണത്തിനുള്ള ആർത്തി കൊണ്ട് അവരെന്ത് ചെയ്യും? അധികമായിട്ട് സമ്പാദിക്കാൻ പണി ചെയ്ത് ഭക്ഷിക്കാൻ പോലും ഒരു സമയം കിട്ടത്തില്ല. അവസാനം എന്താ സംഭവിക്കുന്നത്? പണം സമ്പാദിച്ച് വരുമ്പോൾ ഇവർ രോഗികളാകും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളാകും. വീട്ടിൽ ഭാര്യ ചിലപ്പം വേറെ ഇതിന് പോകും, അല്ലെങ്കിൽ പിള്ളേർ തലതെറിച്ച് പോകും. അപ്പോഴാണ് അവർ ചിന്തിക്കുമോ, ജീവിതം വെറുതെ പാഴാക്കി. അപ്പോൾ അതുകൊണ്ടാണ് മുൻപേ അവൻ്റെ രാജ്യവും ദൈവികമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ കഥ പഠിച്ചിട്ടുണ്ടല്ലോ, ആമയും മുയലും, അല്ലേ? ഇപ്പോൾ ഉണ്ടോ? സ്കൂളുകളുണ്ടോ ആ പടം?
ആമയും മുയലിനെ ഉണ്ടോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊരു അധ്യാപകൻ അതിനെപ്പറ്റി നന്നായിട്ട് വിരിച്ചു തന്നിരുന്നതാണ്. ആമയും മുയലും തമ്മിൽ ഓടി. എല്ലാവർക്കും ഒരു ആരേ ജയിക്കത്തുള്ളൂ, മുയലെ ജയിക്കത്തുള്ളൂ. ആമ എങ്ങനെ പോകാനാ? അവനിങ്ങനെ ഉടഞ്ഞുടഞ്ഞുടഞ്ഞുടഞ്ഞ്. പക്ഷേ എന്ത് സംഭവിച്ചു? ആമ ജയിച്ചു, മുയൽ തോറ്റു. എന്താ ആ കഥയുടെ? അന്ന് വാദ്യാർ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഈ ആമയും മുയലെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. രണ്ട് വ്യക്തികളായിട്ടല്ല, ഒരു വ്യക്തിയിലുള്ള രണ്ട് സ്പിരിറ്റുകളെയാണ് വെളിപ്പെടുത്തുന്നത്. ആമയെന്ന് പറയുന്നത് നമ്മുടെ ബോഡി, പിന്നെ മുയലെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ്. നമ്മുടെ ആ സ്പിരിറ്റ് അങ്ങ് പെട്ടെന്ന് പോകും, മൂന്നാം സ്വർഗത്തോളം വരെയൊക്കെ. പക്ഷേ ശരീരം അങ്ങനെ വരാൻ നോക്കുമോ? ശരീരത്തിൻ്റെ വളർച്ചയും ഘടനയും നീക്കങ്ങളെല്ലാം സ്ലോയിലേ പോകത്തുള്ളൂ. അപ്പം ആത്മാവ് ഈ പറഞ്ഞ പോലെ ഉയരങ്ങളിലേക്ക് ഇത് പോകുമ്പോൾ തന്നെ ഇതൊരു വൈൽഡ് ബോഡിയാണ്, ഒരു ശാരീരികമായ ഒരു താഴ്ചയുള്ള ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു സ്പിരിറ്റ് നമ്മൾ മുന്നോട്ട് പോയി കുറേ ഓടിക്കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഓ, അവനൊരു കാലം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും? നമ്മുടെ ആത്മാവിന് നമ്മൾ റെസ്റ്റ് കൊടുക്കും. അപ്പോൾ ശരീരം മുന്നോട്ട് വരും. അതാണ് ബൈബിൾ പറയുന്നത്, ആത്മാവും ജഡവും തമ്മിൽ എൻ്റയർലി പോരാട്ടങ്ങളുണ്ട്. അപ്പോൾ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ജഡത്തിന് പ്രാധാന്യം കൊടുക്കരുത്, അപ്രാധാന്യം കൊടുക്കരുത്. ഇത് നമ്മോട് കൂടെ തന്നെ നിൽക്കേണ്ടതാണ്. ഒരു പട്ടിയുടെ തലയും വാലും പോലെയാണ്. അതാണ് തലയിരിക്കേണ്ടടുത്ത് വാല് പോകാൻ നോക്കൂ, വാലിൻ്റെ സ്ഥാനത്തിരുന്നോളൂ. അപ്പോൾ സ്പിരിറ്റാണ് വിഷയം. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, ആത്മാവിന് ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നശിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇത് ചില വലിയ ജ്ഞാനികളൊക്കെ കയറി സോഷ്യൽ മീഡിയയിലും ഇതിലെല്ലാം പ്രസംഗിക്കുന്നുണ്ടല്ലോ, ദൈവമില്ല, ആത്മാവില്ല. എളുപ്പമുണ്ട് കാര്യങ്ങൾ. അല്ലെങ്കിൽ അതിൽ ചില എന്തെങ്കിലും കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. പക്ഷേ അവരുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. കാരണം ലോകത്തിലെ പാപങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ മുൻപോട്ട് പോകാൻ വേണ്ടി അവരെന്ത് ചെയ്യും? എളുപ്പമായിട്ട് ദൈവമില്ല, ദൈവമാണെങ്കിൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കട്ടെ. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പോയാലോ? ആ നിയമങ്ങൾ പാലിക്കാതെ പോയാൽ ഇപ്പോൾ നമുക്കറിയാം, ബില്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതിനും ആ നിയമങ്ങൾ, ദൈവിക വ്യവസ്ഥകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനല്ല പ്രാധാന്യം. അതുകൊണ്ടാണ് ജീവനെ കൊല്ലുന്നവൻ അല്ലെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കുന്നതിനെ ഭയപ്പെടുക, അല്ലെങ്കിൽ അതേപ്പറ്റി നാം ബോധവാന്മാരാകുക. ശരീരം രണ്ടാമത്തെ കാര്യമാണ്. ഇത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ആത്മാവിനെ മരവിപ്പിക്കുകയും ചെയ്യും. അതാണ് മുയലെ മരവിച്ചു കഴിഞ്ഞപ്പോൾ ജഡം മുന്നിൽ വന്നു. ഇപ്പം ജഡം പുറകെ വരണം. പണ്ട് ഈ സർക്കസിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ സർക്കസ് കാണുമായിരുന്നു. 2-3 സർക്കസെല്ലാം കണ്ടു. അപ്പം എനിക്ക് ഈ ഊഞ്ഞാലാട്ടം ആരംഭ സമയത്ത് ഈ താഴെ വലയൊന്നും കെട്ടത്തില്ല. വല കെട്ടാതാണ് ഇവർ ഒരു കോർണറിൽ നിന്ന് അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് അടുത്ത് ഊഞ്ഞാലെ പിടിക്കും. അങ്ങനെ ഒരു സർക്കസുകാരൻ്റെ മകൾ കമല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ സർക്കസ് ഓണറിൻ്റെ മോള് ഈ ഊഞ്ഞാലാട്ട വിദഗ്ധയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എതിരാളി ഊഞ്ഞാലിട്ടതിൻ്റെ ടൈം വ്യത്യാസമായി പോയെന്നാണ്. എങ്ങനെയോ താഴെ വീണ് മരിച്ചു. അതിനുശേഷമാണ് വല കെട്ടാൻ ഗവൺമെൻറ് നിർബന്ധം കൊടുത്തത്. അപ്പോൾ ഒരിക്കലും ഇവരോട്, ഈ ഊഞ്ഞാലാട്ടക്കാരനോട് ഞങ്ങളൊരിക്കലും സംസാരിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മളിങ്ങനെ നെഞ്ചടക്കി പിടിച്ചായിരിക്കുന്നതാണ്. കാരണം ഇവിടുന്ന് ചാടി അതേ പോയി പിടിക്കണമെങ്കിൽ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതാണ്, ശരീരമല്ല പ്രാധാന്യം. ആദ്യമേ ഞങ്ങളുടെ പ്രാക്ടീസിൽ ഞങ്ങളുടെ മനസ്സ് അതേ പോയി പിടിക്കുമെന്ന് ഉറപ്പ് വരും. ആ മനസ്സിൻ്റെ ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇതേ അങ്ങോട്ട് ചാടും. അപ്പോൾ ശരീരം പുറകെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, ആമയും മുയലെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മനസ്സാണ് ആദ്യം ചെന്ന് പിടിക്കേണ്ടത്. ആ മനസ്സ് പിടിച്ചു കഴിയുമ്പോൾ ശരീരം പുറകെ വരും. ശരീരത്തിൻ്റെ പ്രാധാന്യത്തിനില്ല. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇന്ന് ആത്മാവിന് വേണ്ടിയുള്ള കരുതലില്ല. ആത്മാവിൻ്റെ കരുതൽ എന്താ? ദൈവമായുള്ള ബന്ധത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു. ഒന്ന്. പിന്നെ അവൻ്റെ ആരാധന ഒരു വലിയ കാര്യമല്ലേ? ഇത് ലോകത്തിൽ മനുഷ്യൻ ആരെല്ലാം ആരാധിക്കുന്നു? സിനിമാ നടന്മാരെ ആരാധിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരെ ആരാധിക്കുന്നു, പിന്നെ പേക്കൂത്തും ഇല്ലാത്ത കോപ്രാജ്യം കാണിക്കുന്നവന്മാരെല്ലാം മോഡലായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ കാരണം അവരെ ചെറുപ്പത്തിലെ ഈ നല്ല വശങ്ങളെ പഠിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ഇന്ന് സമൂഹം ഇഷ്ടപ്പെടുന്നില്ല.
മറ്റതങ്ങനല്ല. മാതാപിതാക്കന്മാരായാലും വീടുകളിൽ കുഞ്ഞുങ്ങളെ ദൈവികമായ കാര്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ഈ പെന്റിക്കോസ്റ്റിൻ്റെ ആരംഭത്തിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അമ്മമാരാണ്, പക്ഷേ അവർക്ക് അധിക കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ, ദൈവം, സ്വർഗം, നരകം, ഇങ്ങനെയുള്ള ചില വേർഡുകൾ, സ്വർഗത്തിൽ പോകണം, അതിനേറ്റ വാക്യങ്ങളെല്ലാം പഠിപ്പിച്ച് പോയതുകൊണ്ട് ഒരു തലമുറ നഷ്ടപ്പെടാതിരുന്നു. ഇന്നിപ്പോൾ അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിലും മൊബൈലിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെനക്കെടാതെ ഇത് കണ്ട് തലയ്ക്കകത്ത് കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെന്ത് ചെയ്യുന്നു? ഈ ലോകത്തിന് അനുഭവമായി മാറുക ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമുണ്ടാകണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരു 4 വയസ്സ് മുതൽ അവൻ്റെ ടീനേജിൽ അവസാനിക്കുന്ന സമയം വരെയും ശരിയായ പ്രോപ്പർ വേയിൽ ശരിയായ ദൈവികമായ അനുഭവങ്ങൾക്ക് വളരുന്നൊരു പയ്യൻ അവൻ ഇടക്കാലത്ത് തലയിരിഞ്ഞ് പോയാലും നഷ്ടപ്പെടത്തില്ല. കാരണം ബേസ്മെൻറ്റ് കറക്റ്റാണ്, ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഇടക്കാലത്തിൽ വരുന്നത് വിളിച്ചു കളഞ്ഞാൽ മതി. അതില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം ചെറുപ്പത്തിൽ കുട്ടികളെ എന്ത് ചെയ്യുന്നു? ജനിച്ച ഉടനെ അവരെ ലോകപ്രകാരമുള്ള ആഡംബരങ്ങളിലേക്ക് പോവുകയാണ്. ബർത്ത്ഡേ, മറ്റത് മറിച്ചത്, ഇല്ലാത്ത പേക്കൂത്തെല്ലാം കാണിച്ച് അവരെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന സകല കോപ്രാജ്യങ്ങളും തങ്ങളുടെ കുടുംബത്തിൽ അവർ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. അവർ വളർന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ജടികമായ കാര്യങ്ങൾ, എടുക്കാൻ വയ്യാത്ത ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട്, മനുഷ്യന് വഹിക്കാൻ വയ്യാത്ത ഇതെല്ലാം തയ്പ്പിച്ചു കൊടുത്ത് മോഡൽ വേഷങ്ങൾ കാണിച്ചുകൊണ്ട് പിള്ളേരെ നശിപ്പിക്കുന്ന ആരാ? പ്രധാനമായിട്ടും മാതാപിതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്. നോക്കണം, കുഞ്ഞുങ്ങളെക്കുറിച്ച് കരുതലില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞ് ഷൈൻ ചെയ്യണം, ഇവനെവിടെ എത്ര എന്നുള്ളതല്ല, അവനേക്കാൾ അടുത്തവൻ്റെക്കാൾ അല്ലെങ്കിൽ അയലോക്കാരത്തിനേക്കാൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കണം. ഈ പിശാചാണ് ഇന്ന് ലോകത്തിൽ. പക്ഷേ എനിക്കൊന്ന് ഇടുക്കിക്കാർക്ക് അത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പതുക്കെ പലയിടത്തും അത് കയറി വരികയാണ്. ഇടുക്കിക്കാർക്ക് അങ്ങനെ കുറേ നന്മകളുണ്ടായിരുന്നു. ഞാൻ 40 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നതല്ലേ. പക്ഷേ ഇപ്പോൾ അവരും സോഷ്യൽ മീഡിയ ലോകത്തിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ ആ കാര്യങ്ങൾ വിട്ടു മാറിക്കൊണ്ട് ഈ നാശത്തിൻ്റെ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ. അതുകൊണ്ട് അത് ഒരിക്കലും സക്സസ് ആകത്തില്ല. നമുക്ക് ഒന്നുകിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മീവൽ പക്ഷിയെപ്പോലൊരു വെളിപ്പാട് നമുക്കുണ്ടാകണം. നമുക്ക് 84-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിച്ച് അവിടെ 2 പക്ഷികളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് സ്പാരോ ആൻഡ് സ്വാളോ, കുരുവിയും മീവൽ പക്ഷിയും. വളരെ പാഠം പഠിപ്പിക്കുന്ന ഒരു 2 പക്ഷികളെയാണ് നമ്മൾ കാണുന്നത്. വായിച്ച് 84-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യം വായിച്ച്. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. നോക്കണം, കുരുകിലിന് ഒരു വീടും മീവൽ പക്ഷിക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. വായിക്കാം. എന്റെ രാജാവ് എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ യാഗപീഠങ്ങൾ. തമിഴ് വായിച്ച് ഇംഗ്ലീഷിലുള്ള. അടക്കിലാം കുരുവികൾക്ക് വീടും തകവലാം കുരുവികൾക്ക് കുഞ്ഞുങ്ങളെ. അപ്പം കുരുവി വർഗമാണെങ്കിൽ തന്നെയും രണ്ടും എൻ്റെർലി വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ മീവൽ പക്ഷി എന്ന് പറയുന്നത് കാണുന്നതിന് എൻ്റെ ഇത് കണ്ടത് കുരുവിയേക്കാളും കുറച്ചുകൂടെ വലുതും നല്ല കളർഫുള്ളും അതിൻ്റെ ചുണ്ട് കുറച്ചുകൂടെ നീണ്ടതും നല്ല സൗന്ദര്യം, അല്ലെങ്കിൽ വളരെ രസകരമായൊരു കുരുവി വർഗത്തിൽപ്പെട്ടതായ കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഈ തകരവാൻ കുരുവി, അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന പോലെ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് സ്വാളോ, മറ്റേ സ്പാരോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? നോക്കണം, ഇവിടെ വളരെ അർത്ഥവത്തായ വലിയ ആഴത്തിൽ എഴുതിയൊരു സങ്കീർത്തനമാണ്. എനിക്കൊന്ന് ആസാഫിൻ്റെ ആണോ അത് വായിച്ച്? സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹപുത്രന്മാർ അവർക്ക് ദൈവം വിശേഷമായ വെളിപ്പാട് കൊടുത്തു. എന്താ കാരണം? കോരഹും പാർട്ടി അപ്പന്മാരെല്ലാം മത്സരികളായിരുന്നു. ഇന്ന് ആത്മീയ ഗോളത്തിലും സഭകളിലും സമൂഹങ്ങളിലെല്ലാം ചില മത്സരികളായ പിതാക്കന്മാർ അടിച്ചു തല്ലി ചാകുമ്പോൾ അനാഥകളും വിധവകളുമായിരിക്കുന്ന കുടുംബങ്ങളിൽ ചിലപ്പോൾ കൃപ ലഭിച്ചതായ ചില സന്തതികൾ എഴുന്നേറ്റ് വരും. അവർ ആ വീടിനും ദേശത്തിനുമൊക്കെ അനുഗ്രഹമായി തീരും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് മത്സരിച്ച കോരഹും കുടുംബങ്ങളും ഭൂമി വളർന്ന് അകത്തായി കഴിഞ്ഞപ്പോൾ അടുത്തത് ഇതെല്ലാം കണ്ട് ഭയന്നതായ മക്കൾ ദൈവത്തോട് അങ്ങ് അടുത്തു. ദൈവം കൃപ കൊടുത്തു. അങ്ങനെ കോരഹൻ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. നോക്കണം, അതിൽ വളരെ മനോഹരമായൊരു സങ്കീർത്തനം. നിങ്ങളാരെങ്കിലും ഈ സങ്കീർത്തനം വെച്ച് ധ്യാനിച്ചൊരു പാട്ട് എഴുതണം കേട്ടോ. ആ പാട്ട് പൊതുവിൽ നമുക്കെടുക്കാം. അതുപോലെ ആ സങ്കീർത്തനത്തെ ബേസ് ചെയ്ത് ഒരു പാട്ട്, നമ്മളിപ്പോൾ പാടിയുള്ളൊരു പാട്ടില്ലേ, ഒരു വരിയുണ്ടല്ലോ, ഒന്ന് പാടിക്കേ. കുരുകിലൊരു വീടും
മീവൽ പക്ഷിതൻ കൂടും കണ്ടെത്തിമല്ലോ, കുരുകിലോ വീടും മീവൽ പക്ഷികൾ കൂടും കണ്ടെത്തുന്നല്ലോ. എനിക്കായി പരത്തിൽ നാരൻ കരുതുന്നതാ, വ്യാകുലമില്ലെനിക്ക്. എനിക്കായി പരത്തിൽ നാരൻ കരുതുന്നതാ, വ്യാകുലമില്ലെനിക്ക്. ഇപ്പൊ കുരുവി ഈ പീഠങ്ങൾ എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? ഇത് തിരുനിവാസത്തെക്കുറിച്ചുള്ളൊരു സങ്കീർത്തനമാണ്. വായിച്ച് 1-ാം വാക്യം വായിച്ച്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. തിരുനിവാസം എത്ര മനോഹരം. തിരു എന്ന് പറഞ്ഞാൽ ആരാ? ദൈവികമാണ്. നിവാസം, വാസം, തിരുമേനി എന്ന് പറയത്തില്ലേ, ദൈവത്തിൻ്റെ ശരീരം എന്ന്, അല്ലെങ്കിൽ വാസസ്ഥലം. അപ്പോൾ നമ്മളൊക്കെ തിരുമേനിമാരാണ്, കാരണം ദൈവം വസിക്കുന്ന മേനിയാണ് നമ്മളൊക്കെ, അതിനാണ് തിരുമേനി എന്ന് പറയുന്നത്. അപ്പോൾ തിരുശേഷിപ്പ്, വിശുദ്ധതയെ കാണിക്കുകയാണ്. ഇപ്പോൾ വിശുദ്ധനായ ദൈവം വസിക്കുന്ന ദേഹികളെല്ലാം തിരുമേനികളാണ്. അതൊരു പ്രത്യേക വസ്ത്രം ഇട്ടുകൊണ്ടാകുന്നില്ല, ഒരു അഭിഷേകതയിലും വീണുകൊണ്ടും ആകുന്നില്ല. അപ്പോൾ ശരിയായ പരിശുദ്ധാത്മാഭിഷേകത്തോടെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധീകരിച്ച് ജീവിക്കുന്നവർ അവർ വാസ്തു തിരുമേനികളാണ്. അവരുടെ ശരീരത്തെ അവർ വളരെ സൂക്ഷിക്കും, പാപത്തിലേക്ക് പോകാതെ വണ്ണം അവർ വേർപെട്ടൊരു ജീവിതം. ഈ ബിഷപ്പന്മാർക്കെല്ലാം ഈ പ്രത്യേക വസ്ത്രങ്ങളും തൊപ്പിയെ കൊടുത്തതിൻ്റെ കാരണം ഇവർ സമൂഹത്തിൽ നിന്ന് കുറേ ഒറ്റപ്പെട്ട് നിൽക്കാൻ വേണ്ടി കൂടെയാണ്. സമൂഹത്തിൽ നിന്ന് അവരെ കാണുമ്പോൾ തന്നെ അവർ വേർതിരിക്കപ്പെട്ട് കാണണം. ചിലപ്പോൾ അതൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഡ്രസ്സുകളാണ് കേട്ടോ. സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, അവരെ ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ അസ്വസ്ഥം ഉണ്ടാക്കുന്ന ഡ്രസ്സുമെല്ലാം മരിച്ചുകൊണ്ടല്ലേ ഇടുന്നത്. സാധാരണക്കാർക്ക് അതില്ലല്ലോ. അപ്പോൾ ഈ ഡ്രസ്സ് സമൂഹം കൊടുത്ത, അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ കൊടുത്തിരിക്കുന്ന ഒരു ന്യായവിധി പോലെയാണ് ഞാൻ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോഴേ തിരുനിവാസം എത്രയാണ്? തിരുനിവാസം എത്ര മനോഹരം. അപ്പോൾ തിരുനിവാസത്തെ പറ്റിയുള്ള ആദ്യത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 10-ാം വാക്യവും ഒന്ന് വായിച്ച്. തിരുനിവാസത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി ഒരു വാസസ്ഥലം ഉണ്ടാക്കണമെന്ന് ശരിയായ രീതിയിൽ കൽപ്പിച്ച ഒരു വചനമാണ് പുറപ്പാട് പുസ്തകം, എക്സോഡസ് 25-10 വായിച്ച്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പിന്നെ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും തിരുനിവാസവും അതിൻ്റെ അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവം വസിക്കാൻ ഭൂമിയിൽ താൻ ആജ്ഞ കൊടുത്തതായ ആ ഒരു സമാഗമന കൂടാരം എന്ന് പറഞ്ഞ ഇസ്രായേലിന് മരുഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം കൊടുത്ത ഇതിനെയാണ് അവിടെ തിരുനിവാസം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും ദൈവം വസിച്ചില്ല, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മാത്രമേ കൊടുത്തുള്ളൂ. കാരണം ദൈവം വസിക്കുന്ന അവിടെയല്ലല്ലോ, മനുഷ്യ നിർമ്മിതമായ കൈപ്പണികളായ മന്ദിരങ്ങളിലല്ല ദൈവം വസിക്കുന്നത് എഴുതിയിട്ടുണ്ട്. പിന്നെ എവിടെ? കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി, തിരുനിവാസമായ ആലയമായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന ഹോളിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൂടി വരാനൊരു ഹോള്, അതിനകത്തേക്കല്ല സാന്നിധ്യം, അവിടെ വരുന്ന ദൈവമക്കളിലാണ് സാന്നിധ്യം വരുന്നത്. അപ്പോൾ നമ്മളിലാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നെന്ന് യേശു പറഞ്ഞു കൊടുത്തു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വന്ന് അന്നാളിൽ അറിയും. അറ്റ് ദാറ്റ് ഡേ, ആ കുറിക്കപ്പെട്ട ദിവസത്തിൽ അത് സംഭവിക്കുന്ന യേശു പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. നോക്കണം, ഞാൻ എൻ്റെ പിതാവിൽ, ഐ ഇൻ മൈ ഫാദർ ആൻഡ് യു ഇൻ മീ ആൻഡ് ഐ ഇൻ യു. അറ്റ് ദാറ്റ് ഡേ യു നോ ഹിം. അപ്പോൾ അത് നിങ്ങൾ അറിയും. ആ അറ്റ് ദാറ്റ് ഡേ എന്ന് പറഞ്ഞതാ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, when the day of the Pentecost will come, Holy Spirit come upon thee. ആ 120 മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവരെല്ലാം അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോൾ ദൈവത്തിന് തിരുനിവാസമായ മനുഷ്യൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ആ ദൈവ ആത്മാവിൽ വസിക്കും. ദൈവത്തിന് ഈ ശരീരത്തിൽ വസിക്കാൻ അല്ലല്ലോ, അവരാത്മാവായതുകൊണ്ടാണ് താൻ ഒരു ശരീരത്തെ ഭൂമിയിൽ എടുത്തുകൊണ്ട് മനുഷ്യനോട് വസിക്കാൻ തീരുമാനിച്ചത്, മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി, ആ വീണ്ടെടുപ്പിന് വേണ്ടി. റിഡംഷൻ. അപ്പോൾ റിഡംഷൻ എന്ന് പറയുന്നതും സാൽവേഷൻ എന്ന് പറയുന്നതിനും ഒരു അല്പം വ്യത്യാസമുണ്ട്. അപ്പം മനുഷ്യനെ രക്ഷിക്കുക എന്ന് മാത്രമല്ല, അവനെ വീണ്ടെടുക്കുക. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞതാ ദൈവികമായ തേജസ്സിലേക്ക് അവനെ
കൊണ്ടുവരിക. ഇപ്പോൾ ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വീണു, ഒരു ശാലകത്തിൽ അല്ലെങ്കിൽ ഓടയിൽ വീണപ്പോൾ കണ്ടിരുന്ന ഒരാളെന്ത് ചെയ്തു, അവനെ പൊക്കി ചത്തുപോകാതിരിക്കാൻ വേണ്ടി പൊക്കിയെടുത്ത് വെള്ളത്തിൽ വീണതിനെ രക്ഷിച്ചു നിർത്തി. അവനൊക്കെ പോയി, വഴിയാത്രക്കാരന്. അവനവരെ വേണേൽ കുടുംബത്തിൽ കൊണ്ടാക്കിയിട്ട് പോകും. പക്ഷേ സാൽവേഷൻ, രക്ഷ. പക്ഷേ റിഡംഷൻ എന്ന് പറയുന്നത് എന്താ? അവിടുന്ന് വീണ്ടെടുക്കുകയാണ്, വീണ്ടെടുപ്പ് വില കൊടുക്കുകയാണ്. ബോവാസ് രൂത്തിനെ വീണ്ടെടുക്കുവാൻ, അന്യസ്ത്രീ ആവരുത്തി വീണ്ടെടുക്കാൻ വീണ്ടെടുപ്പിൻ്റെ വില അങ്ങോട്ട് കൊടുക്കുകയാണ്. സ്ത്രീധനം കൊടുക്കുന്ന പോലല്ല, സ്ത്രീധനം ആണെങ്കിൽ കൊടുക്കുന്ന പോലല്ല, ഇത് വീണ്ടെടുപ്പ് ദൈവം ആ വില കൊടുത്തു. അതാണ് യേശു ക്രിസ്തു കാൽവരിയിൽ വന്ന് തൻ്റെ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന് വീണ്ടെടുപ്പിന് വേണ്ടി തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. അതാണ് ഈ പീഠങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ രണ്ട് പീഠങ്ങൾ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തതോടുകൂടി എന്ത് ചെയ്യും? ഈ കൊച്ചിനെ രക്ഷിച്ചത് മാത്രമല്ല, ആ രക്ഷിച്ചതിന് ശേഷം അതിൻ്റെ കുളിപ്പിച്ച് അഴുക്ക് കളഞ്ഞ് വീണ്ടും പുതിയ വസ്ത്രം കൊടുത്ത്, അഴുക്ക് വസ്ത്രം ധരിപ്പിക്കാൻ നോക്കുമോ? ഇല്ല, അതിന് പകരം പുതിയ വസ്ത്രം കൊടുത്തു. ആ വസ്ത്രം കൊടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അപ്പം ഈ രണ്ടനുഭവമുണ്ട്, ഒന്ന് സാൽവേഷനുണ്ട്, റിഡംഷനുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വരുമ്പോഴേ അവരെ ഡെലിവറൻസ്, വിടുതൽ ഒരു ഭാഗമാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യണം? കനാൻ ദേശം എന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്തിൽ അത് കോൺകർ ചെയ്യണം, അതിനെ അവകാശമാക്കണം. അപ്പോൾ ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൽ കടക്കുക എന്ന് പറയുന്നത് രണ്ടനുഭവമാണ്. അപ്പോൾ ദൈവരാജ്യം കാണുകയും കടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഒന്നാമത് അവിടുന്ന് ഒരു വിടുതൽ ആവശ്യമാണ്, ഡെലിവറൻസ് ആവശ്യമാണ്. അതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ആ റിഡംഷനിലേക്ക് വരുന്ന അവസാനത്തെ ചാപ്റ്ററാണ്. ഇപ്പം മോശ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും അവൻ കനാൻ ദേശം കണ്ടതേ ഉള്ളൂ. ചിലർക്ക് അത് കാണാനും ഒത്തില്ല, മരുഭൂമിപ്പെട്ടുപോയി. പക്ഷേ യോശുവയും കൂട്ടരും അതിൽ പ്രവേശിച്ചു. അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ LKG UKG എന്ന് വേണം പറയാം. LKG എന്ന് പറഞ്ഞാൽ എന്തുവാ? ലോവർ കിൻഡർ ഗാർഡൻ അല്ലേ? നമ്മുടെ LKG എന്താ? ലോവർ കിങ്ഡം ഓഫ് ഗോഡ്, മറ്റത് അപ്പർ കിങ്ഡം ഓഫ് ഗോഡ്. എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇത് വിട്ട് പരിജ്ഞാനപൂർത്തിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞു. വായിച്ച 6-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ മാനസാന്തര സ്നാനം ഇതെല്ലാം സാൽവേഷനിലേക്ക് വരുന്നൊരു കാര്യമാണ്. അതിനുശേഷം അതിനെ വീണ്ടും എന്ത് ചെയ്യണം? പൂർണ്ണതയിലേക്ക് നമ്മളോട് ആവശ്യമാണ്, പരിജ്ഞാനപൂർത്തിയിലേക്ക്. വായിച്ചേ. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠമാണ് സാൽവേഷൻ. അപ്പം ഞാൻ എൻ്റെ രക്ഷയുടെ കാലത്ത് ഞാൻ പലപ്പോഴും പറയാമല്ലോ, രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, 1978 ഒക്ടോബർ 7-ാം തീയതി രാത്രിയിൽ ഞാൻ മുറിക്കകത്ത് വലിയ അസ്വസ്ഥനായി, ഐ ആം എ വൃക്ഷഡ് മാൻ, അനിഷ്ട മനുഷ്യനായി ജീവിതം മുൻപോട്ട് പോയി ബ്രേക്ക് മുട്ടി നിൽക്കുന്ന സമയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വഴി തുറന്നു തരണമേ. ഞാൻ ആദ്യം കാണുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന പോലെ താനിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ക്രൂശിലല്ല, ഇങ്ങനെ കൈ പിടിച്ച് രക്തം ഒഴുകുന്നുണ്ട്. നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവരി മരിച്ചെന്ന ഒരു അധികാര ശബ്ദം കേട്ടു. അതാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ, എനിക്കൊന്നും അറിയത്തില്ല, ഒരു ബന്ധിക്കോസുകാരനെ പോലും എനിക്ക് പരിചയമില്ല, ഒരു ബന്ധിക്കോസുകാരൻ ട്രാക്ട് പോലും എൻ്റെ തന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതോ കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് 10-20 പേര് ബന്ധിക്കോസുകാരൻ പറഞ്ഞ് ആരാധിക്കുക. അത് നമുക്കൊരു തമാശ പോലെ അവർ, ഏതാണ്ട് ഈ സമൂഹത്തിൽ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം സമൂഹം അന്ന് ഞങ്ങളുടെയൊക്കെ ചിന്താഗതി. സമുദായക്കാരങ്ങനെ ചിന്തിക്കുന്നത്. ഈ ബന്ധിക്കോസുകാരെന്ന് പറഞ്ഞ് വിലയില്ലാത്തവരെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് പിന്നീടല്ല മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ രണ്ടാമതൊരു ദർശനം ഞാൻ മുറിയിൽ ഇതുപോലെ മുട്ടുമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത്, ഒരു സ്വർഗം തുറന്ന പോലെ വലിയ കാഴ്ച കണ്ടു. നമുക്ക് വലിയ മല, ഇങ്ങനെ സമതലമായ മല, വലിയ മലകളല്ല, ഇങ്ങനെ ഒരു മല ഇങ്ങനെ താഴോട്ട് സമതലം പോലെ കിടക്കുകയാണ്. അതിന് നടുക്ക് കർത്താവായ യേശു അതിസുന്ദരനായി മനോഹരമായ വസ്ത്രം ധരിച്ചതുപോലെ വളരെ ബ്യൂട്ടിഫുൾ, ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ യേശുവിനെ ഞാൻ കാണുകയാണ്. മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. ഞാൻ നോക്കുമ്പോഴേ ദൂതന്മാർ ആകാശത്ത് നിന്ന്, ദൂതന്മാരിങ്ങനെ ഒരു ഓവൽ ഷേപ്പിലെ പേടകത്തിൽ വന്ന് ഇറങ്ങുക. ഒരു പേടകത്തിൽ എനിക്കൊന്ന് 50 പേരോളം കാണുന്നത് ഏകദേശം. അങ്ങനെ ആയിരക്കണക്കിന് പേടകങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിന് ചുറ്റും അങ്ങ് നിരക്കുക. ആ മല മുഴുവനൊക്കെ നിറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇവർ വസ്ത്രമൊക്കെ ധരിച്ച പോലെ തോന്നുന്നു. വസ്ത്രമൊന്നും അല്ല, വേറെ ഒരു ക്രമീകരണമാണ്. മനുഷ്യൻ്റെ ഒരു ആണിനും പെണ്ണും പോലെ, ആണിനും പെണ്ണിനേക്കാളും സൗന്ദര്യമുള്ള മുഖങ്ങളാണ് ദൂതന്മാരുടെ.
അവരിങ്ങനെ അവരുടെ കൈ അനങ്ങുന്നു, വസ്ത്രം അനങ്ങുന്നു, ശരീരത്തിൽ വലിയ അനക്കമൊന്നുമില്ല, പക്ഷേ മ്യൂസിക് ഇങ്ങനെ ഒഴുകുകയാണ്. നല്ല സംഗീതങ്ങൾ, സ്വർഗീയമായ സംഗീതങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഈ മല മുഴുവനും ഓരോ ഓവർ ഷേപ്പിലെ പേടകം വന്ന് താഴോട്ട് മുട്ടും. ഈ എയ്റോപ്ലെയിൻ്റെ ലാഡർ പോകുന്ന പോലെ അതിങ്ങോട്ട് മാറി അവരെ ഇറങ്ങി വരും. മനോഹരമായൊരു കാഴ്ച. ആ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ആഴ്ച കാണുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. ഇങ്ങനെ തരംഗങ്ങൾ ഇങ്ങനെ കയറി 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 ആ പ്രദേശം മുഴുവനും ആരാധനയുടെ ഒരു വലിയ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ കണ്ടു. ഞങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്തിൽ വയൽ പ്രദേശമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു വയലിനകത്ത് ചെളിക്കകത്ത് ഒരു ഹാഫ് ട്രൗസർ ഇട്ടുകൊണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കാക്കി കളറിൽ ഏതാണ്ടൊരു ട്രൗസർ ഇട്ടുകൊണ്ട് ഞാൻ ആ ചെളിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവിടുന്ന് എന്നെ നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എന്നെ വിളിച്ചു, നീ ഇവിടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന വലിയ പുണ്യാളന്മാരും വിശുദ്ധന്മാരും ഒക്കെ യേശുവിനോട് വസിക്കാനൊക്കെ നമ്മളെപ്പോലെ ഈ പാവി കഴുതിയായ നമുക്ക് വിടുന്നതാണ് എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഈ സ്ഥാനത്ത് ആക്കും. പ്രിയരെ, ഞാനതങ്ങ് വിശ്വസിച്ചു. കോൺക്രീറ്റിനേക്കാൾ പവർഫുള്ളായിട്ട് ആ യേശു പറഞ്ഞ ഒറ്റ വാക്യം എന്താ? ഞാൻ നിന്നെ ഈ സ്ഥാനത്താക്കും. ഇത്രയും തേജസ്സുള്ളതായ ആ മലയിൽ വിശുദ്ധ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന യേശുവിനടുത്ത് എന്നെ കൊണ്ടുവരുമെന്ന് യേശു പറഞ്ഞു. അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. അല്ല, എന്നിലേക്ക് ഞാൻ ഇന്ന് വരെ നോക്കാറില്ല. കാരണം നടക്കാത്ത കാര്യമില്ല. നമ്മളെ കൊണ്ട് യാതൊന്നും നടക്കാത്ത കാര്യത്തിൽ തമ്പുരാൻ്റെ വാക്കിനെ വിശ്വസിച്ചു. അതാണ് നമ്മുടെ ഭാഗത്തൊരു നീതി. അല്ലാതെ നമ്മുടെ ക്വാളിറ്റിയൊന്നും അല്ല. യേശുവിനെ വിശ്വസിച്ചു, നിന്നെ ഞാൻ ഈ സ്ഥാനത്ത് ആക്കും. എത്രയോ സമയങ്ങളിൽ പിശാച് അത് തകർത്ത് കളയാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് ജീവരക്ഷ പ്രാപിച്ചു പോകാൻ ഇതുവരെ സാധിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റു. ഈ ചതുപ്പ് സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ ഉടനെ നോക്കണം, ഈ മലയിലേക്ക് പ്രവേശിക്കും. അപ്പം ഞാൻ വിചാരിച്ചതൊരു സമതല പ്രദേശം പോലാണ്. ഞാനിതിന് താഴ്വാരത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്താ? ഇതൊക്കെ വലിയ ഉയർന്ന മലയാണ്. നമ്മുടെ ഇടുക്കിയിലൊന്നുമുള്ള മലയല്ല. ഇടുക്കിയിലൊക്കെ ഭയങ്കര മലയുണ്ട്, പക്ഷെ അതിനേക്കാൾ ഭയങ്കര ഉയർച്ചൊരു മലയാണ്. അവിടെയാണ് പിന്നെ ഈ കാഴ്ച കാണുന്നത്. ഞാൻ ഏറ്റവും താഴ്വഴി നിൽക്കുക. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അതിന് ചുറ്റും ഒരു നദി ഇങ്ങനെ ഒഴുകുക, നല്ല ഒഴുക്കിലൊഴുകിക്കൊണ്ടിരിക്കുക. ഈ നദിയിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ നദിയിൽ ഇറങ്ങാനായിട്ട് അങ്ങോട്ട് പോവുക. പെട്ടെന്ന് ആ ദർശനം മാറി. ഇത് സ്വപ്നമൊന്നുമല്ല, മുട്ടുമ്പേൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ മുറിക്കകത്ത് ലൈവ് കാണുന്ന പോലെ കാണുക. ഞാനുടനെ ഭയങ്കര സന്തോഷത്തിൽ എഴുന്നേറ്റ്, എനിക്കൊരു ചെറിയ മുറി അന്നോടുണ്ട്. ആ മുറി ലൈറ്റ് ഇട്ടു. 8 വർഷം മുമ്പ്, ഞാൻ ഈ രക്ഷിക്കപ്പെടുന്നതിന് 7 വർഷം മുമ്പ് അപ്പൻ മാരാമൻ കൺവെൻഷൻ പോയിട്ട് വന്ന് ഒരു ബൈബിളും വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ 12ാമത്തെ വയസ്സിൽ എന്നെ ഏൽപ്പിച്ചു. അത് വീട്ടിൽ കയറുന്നതിന് മുമ്പേ വിളിച്ചു. എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ ഓടിച്ചെന്നു പറഞ്ഞു, ഈ ബൈബിൾ നിനക്കിരിക്കട്ടെ, ഈ വചനങ്ങളാണ് സത്യം. അപ്പോൾ പുള്ളി, അമ്മച്ചിയാണെങ്കിൽ കാത്തലിക്സിൻ്റെ സ്ട്രോങ് വിശ്വാസിയാണ്, നല്ല ഒരു സ്ത്രീയാണ്. അപ്പൻ ബൈബിൾ ഒരുപാട് അറിയാം. പുള്ളിക്കാരൻ ഈ കത്തോലിക്ക ഇതിനോടൊന്നും വലിയ താല്പര്യമുള്ള കൂടുതലല്ല, ഈ പുണ്യാളന്മാരും അവിടുത്തെ ആചാരങ്ങളൊന്നും. എന്നാൽ പുള്ളിയുടെ ചില ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ മാരാമൺ കൺവെൻഷനും പെന്തിക്കോസ്തുകാരുടെ സുവിശേഷ പ്രസംഗമൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പോകുന്നെങ്കിലും പുള്ളി സുഖജീവിതമാണ്. ആർക്കും ദോഷമൊന്നുമില്ലെങ്കിലും നല്ല കുടിക്കും, അത്യാവശ്യം കഴിക്കും, കുടിക്കും, സിനിമ, ഞങ്ങളെ കൊണ്ടുപോകും. വളരെ എൻ്റർടൈൻസായിട്ട് ജോളിയായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നീ ഇത് വായിച്ചോളാം, യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, വേറെ ഒരുത്തരോടും പ്രാർത്ഥിക്കണ്ട, അമ്മ ചെയ്യുന്ന പോലെ ചെയ്യാൻ പോകണ്ട, അതൊക്കെ ചെയ്തോട്ടെ, പക്ഷെ നീ ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞ് ആ ബൈബിൾ എൻ്റെ 12ാമത്തെ വയസ്സിൽ തന്നു. ഞാനതെൻ്റെ മേശപ്പുറത്ത് വെക്കും, തുറന്നു വെച്ചാൽ വല്ലതും തലയ്ക്കകത്ത് കയറുമോ? അന്ന് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ട്. പിന്നെ പലപ്പോഴും സങ്കീർത്തനം വായിക്കും, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം എന്തോ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം വായിച്ച് മനസ്സിലാകത്തില്ലെങ്കിലും ഞാൻ ആ 1ാമത്തെ അധ്യായം എടുത്ത് മിക്കവാറും വായിക്കും. വേറെ ഒന്നും അങ്ങനെ തലയ്ക്കകത്ത് കയറത്തില്ല. 7 വർഷം ആ ബൈബിൾ എൻ്റെ മേശപ്പുറത്തിരുന്നു. വല്ലപ്പോഴും സങ്കീർത്തനം വായിക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് വായിച്ചിട്ട് ആർത്തി തീരുന്നില്ല.
വായിച്ച് അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഈ ലൈറ്റിട്ട് ബൈബിൾ തുറന്നപ്പോൾ റോമാലേഖനം 6-ാം അധ്യായമാണ് അവിടെ തുറന്നു കിട്ടിയത്. അതിൽ സ്നാനത്തെക്കുറിച്ചാണ്. മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടണം. അപ്പോൾ എനിക്കത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പെന്തിക്കോസ്തുകാരുടെ സ്നാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അലക്സ് കാഞ്ഞിപ്പറമ്പൻ, അവന് ഞാൻ ചെറുപ്പം പോലെ ഒന്നിച്ച് വളർന്നവരാണ്. ഞാൻ അവനോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവനും സത്യം മനസ്സിലായി. ഞങ്ങൾ രണ്ടും കൂടെ പെന്തിക്കോസ്തുകാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്നാനം തരണമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്താൽ അയ്യോ അങ്ങനെ തരാനൊക്കത്തില്ല, കുറച്ച് നാളിവിടെ വന്നൊക്കെ പരിചയിക്കണം. തന്നെയല്ല ഇപ്പോൾ സ്നാനപ്പെടുത്തിയ നിങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരും ഇവിടുത്തെ മെയിൻ പുള്ളികളെ അടിച്ച് ഞങ്ങളെല്ലാം ശരിയാക്കിക്കളെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ നിർബന്ധിച്ച ആഴ്ച തന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ വേറൊരു ആത്മാവ് ശക്തി, ദൈവത്തിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങി. അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും പട്ടിക്ക് പേ പിടിച്ചതുപോലാണ് ഇത്. ലോകം മുഴുവൻ രക്ഷിക്കപ്പെടണം. കാണുന്നവരോടെല്ലാം സുവിശേഷം, വീടുകൾ രാത്രിയും പകലും. രാത്രി 2 മണിക്കൊക്കെ വീട് തട്ടി തുറന്നിട്ടുണ്ട് സുവിശേഷം പറയാൻ പരിചയക്കാരൊക്കെ. കാരണം കർത്താവ് ഇപ്പോൾ വരും. അങ്ങനെ 2-2.5 വർഷം പിന്നെ അഭിഷേകം പ്രാപിച്ച് അങ്ങനെ പോകുന്ന പോക്കാൻ. അപ്പോൾ അതൊരു അനുഭവം. അതാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞ പോലെ വായിച്ച് കുരികിലിന് ദൈവത്തിൻ്റെ പീഠങ്ങളിൽ 2 അനുഭവങ്ങളുണ്ട്. ഒന്ന് യാഗപീഠവും ഒന്ന് ധൂപപീഠവും. അതാ 2 പീഠങ്ങളാണ് ഈ സമാകൂടാരത്തിലുള്ളത്. വായിച്ച് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുകിലിന് വീടാണ്, പക്ഷെ മീവൽ പക്ഷിക്ക് കൂടാണ്. വീടും കൂടും നമ്മൾ വ്യത്യാസം അറിയാമോ? വെള്ളിയും വെള്ളിക്കോലും നമ്മൾ വ്യത്യാസം അറിയാമോ? ഈയവും ഈയപ്പലകം തമ്മിൽ വ്യത്യാസം അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഈയപ്പലക, വെള്ളി വെള്ളിക്കോല് എന്ന് പറഞ്ഞ പോലെ വീടും കൂടും എന്താ വ്യത്യാസം പറയാം. അപ്പോൾ കുരികിലിനൊരു വീടും പിന്നെ മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും. മീവൽ പക്ഷിക്ക് കുഞ്ഞുങ്ങൾക്കൊരു കൂടും. വ്യത്യാസം മനസ്സിലാവുന്നു. കുരുവിക്കൊരു താൽക്കാലിക ജീവിതം, ഒരു ഷെൽട്ടർ, ഒരു രക്ഷയുടെ അനുഭവം. അതാണ് യാഗപീഠം. അപ്പോൾ കുരുവികൾ എപ്പോഴും യാഗപീഠത്തിന് ചുറ്റും പറക്കും. എന്തിനാ? കാരണം യാഗപീഠത്തിലാണ് യാഗം നടക്കുന്നത്. അപ്പോൾ ഈ യാഗം മൂലമുണ്ടായതായ ആശ്വാസവും രക്ഷയും അതാണ് കുരുവി എന്ന് വയ്ക്കുന്നത്. കർത്താവിന് പറഞ്ഞില്ലേ 5 കാശിന് 3 കുരുവിയെ കിട്ടും, 2 കാശിന് 3 കുരുവി, അല്ലേ 5 കുരുവി എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം വില കുറഞ്ഞാണെങ്കിലും അതെന്ത് ചെയ്യുന്നു? ഈ യാഗപീഠത്തിൻ്റെ രക്ഷ. ആരാ യാഗപീഠം? യാഗപീഠം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്, ക്രിസ്തുവിനുള്ള രക്ഷ. അതിൻ്റെ അളവ് നോക്കി 27-ാം അധ്യായം, പുറപ്പാട് ദിവസം 27-ാം അധ്യായത്തിൽ. അപ്പം നിൻ്റെ പീഠങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന ഈ 2 കുരുവിയും ഈ പറഞ്ഞ പോലെ മീവൽ പക്ഷിയും നമ്മുടെ 2 ആത്മീയ അനുഭവങ്ങളുടെ 2 സ്റ്റേജുകളാണ്. ആമയും മുയൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ 2 സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. വായിക്കാം 27-ന്റെ 1-ാം വാക്യം. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 5 മുഴം നീളം, 5 മുഴം വീതി. മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. ഖദിരമരം മനുഷ്യൻ്റെ മാനുഷ്യത്തെ കാണിക്കുന്നു. അപ്പം മനുഷ്യനെ 3 മുഴം ഉയരം. 3 എന്ന് പറഞ്ഞതാ തൃത്വ ദൈവത്തെ കാണിക്കുകയാണ്. അപ്പം ത്രിയേക ദൈവത്തോട് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് യാഗപീഠം എന്ന് പറയുന്നത്. അതാണ് രക്ഷ. അതുകൊണ്ടാണ് യേശു നിക്കോദോമസിനോട് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 3-5 വായിക്കുമ്പോൾ പള്ളിപ്രമാണിയും ഉപദേഷ്ടാവും ബൈബിൾ പഠിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിലും അവന് ഈ സത്യം മനസ്സിലായില്ല. അപ്പോൾ യേശു പറയുന്നത് വെള്ളം വീണ്ടും ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം, ആത്മാവ് ജനിക്കണം. അപ്പം 3 കാര്യങ്ങൾ കഴിഞ്ഞെങ്കിലേ ഈ ഫസ്റ്റ് LKG ലോവർ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് അല്ലെങ്കിൽ കിടക്കാനൊക്കെയുള്ളൂ. അതുതന്നെയാണ് പത്രോസിൻ്റെ ലേഖനം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37 ഈ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ, അതായത് ഇസ്രായേൽ ജനങ്ങളിൽ അന്നത്തെ ഫെസ്റ്റിവലിന്, ഉത്സവത്തിന് വന്നു കൂടിയ ഇസ്രായേൽ ജനങ്ങൾ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് സത്യമെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? വാട്ട് മസ്റ്റ് വി ഡു? വാട്ട് വിൽ ഡു? എന്താ വായിച്ചേ? ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-37 മുതൽ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കണം. അപ്പൊ 3 കാര്യങ്ങളോട് നടക്കണം. വീണ്ടും ജനനം,
വെള്ളത്താൽ ജനനം, ആത്മാവ് ജനനം. ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ വെറും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, അത് വചനത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം. ഈ വചനം മുഴുവൻ അനുസരിച്ചോളാം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചോളാം എന്നൊരു സബ്മിഷനാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തുകൊണ്ട് നോക്കുന്നില്ല. എന്താണ് അവിടെ സംഭവം? അതാണ് റോമർ 6-ാം അധ്യായം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിട്ടിട്ട് പുതുമനുഷ്യനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പാർട്ടി ചേരുമ്പോൾ എന്താ കാണുന്നത്? അവിടുത്തെ മെമ്പർഷിപ്പ് എടുത്ത് അവരവിടെ തങ്ങളുടെ ഷാള്, അവരുടെ കൊടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടി ചിഹ്നമായ ഷാൾ അണിയത്. കമ്മ്യൂണിസ്റ്റുകാരാണ് ചുമല, മറ്റോ BJP-ക്കാരത്, ഇങ്ങനെ കോൺഗ്രസ്സുകാരത്. അതോടെ അവർ പാർട്ടി ചേർന്നു. അപ്പോൾ ചേരാനുള്ളൊരു പ്രക്രിയ ഇത് മറുവശമാണ്. അതുപോലെയാണ് സ്നാനം. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട്, ഇതിനെ മാനസാന്തരം. ആദ്യം മനുഷ്യൻ ദൈവത്തോട് ജീവിച്ച കാലത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് അവനെന്ത് ചെയ്തു? ദൈവ തേജസ് ഉണ്ടായിരുന്നു, മരണമില്ലായിരുന്നു. അങ്ങനെ 7 കാര്യങ്ങൾ ഏദൻ തോട്ടത്തിൽ നമ്മൾ ഒരുപാട് പഴയ കാലത്ത് പഠിച്ചിട്ടുള്ളവരാണ്. നിത്യജീവനുണ്ടായിരുന്നു, നിത്യ തേജസ് ഉണ്ടായിരുന്നു, അല്ലേ? മരണമില്ലാത്തവനായിരുന്നു, ദൈവത്തോട് അധിവസിക്കുന്നവനായിരുന്നു. ഇങ്ങനെ പല ഗുണങ്ങളുണ്ടായിരുന്നു. എപ്പോൾ നശിച്ചു? ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ വന്നു ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉസ്താദിനെ, ഈ ലോക ജ്ഞാനത്തിൻ്റെ ഉസ്താദിനെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അധ്യാപകനെ, ടീച്ചറിനെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് മാറി. ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഈ അവിശ്വാസം കയറി മനുഷ്യരുടെ ഹൃദയത്തെ കുരുടാക്കി. അങ്ങനെ ഇരുട്ട് പ്രവേശിച്ചു. മാത്രമല്ല ആ ഇരുട്ട് പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ഇരുട്ടും മരണവും കയറി പ്രവേശിച്ചു. നോക്കണം, വെളിച്ചത്തിൽ വസിച്ച മനുഷ്യൻ, ദൈവത്തോട് വസിച്ച മനുഷ്യൻ, തേജസ്സിൻ്റെ വസ്ത്രം അണിഞ്ഞവർ അവസാനം എന്ത് ചെയ്തു? ഇതെല്ലാം നഷ്ടപ്പെടുത്തി ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കീഴിലേക്ക് വന്നു. അപ്പോൾ ഈ അനുസരണം, വിശ്വാസമാണ് ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം. അങ്ങനെ സാത്താനെ വിശ്വസിച്ചെന്ന് പറഞ്ഞിട്ട്, കാരണം ലോകജ്ഞാനമാണ് ഈ സാത്താൻ. അല്ലാതെ ഇങ്ങനെ കൊമ്പും തള്ളി പിന്നെ തീ നിറം കറുത്തത്, ചില പറയുന്നത് പിശാചുകൾ കറുത്തതെന്നാണ്. പക്ഷേ ഞാൻ നേരിട്ട പല പിശാചുക്കളും വെളുത്തും ചുവന്നു നോക്കിയാണ് കേട്ടോ. കറുത്ത പിശാചിനേക്കാളും ഭയങ്കരനായിട്ട് വന്നത് നാഗപട്ടത്തൊക്കെ വന്ന് നല്ല വെളുത്ത് സുന്ദരന്മാരായ ചുവപ്പ് കളറോട് 3 രാജാക്കന്മാരാണ്. അവരോടാണ് ആത്മാവിൽ നാഗപട്ടണത്ത് വെച്ച് പോരാടി 40 മിനിറ്റോളം പോരാടി ദൈവത്തിൻ്റെ ദൂതൻ ആത്മാവ് വന്ന് എന്നെ സഹായിച്ചു. അതിനുശേഷം ആ വേല തുടങ്ങി. ഇപ്പോൾ അവിടെ ഇന്ന് ഈ ആഴ്ച ഇന്ന് മുതൽ മീറ്റിംഗ് നടക്കുക. അപ്പോൾ ഇന്നവിടെ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ആരംഭിച്ച വേല ഇന്നിപ്പം 300 ചില്ലുവാനും അതിൽ 400 പേരെടുത്ത് ആത്മാക്കളുണ്ടെന്നാണ് പറയുന്നത്. എന്നെയും വിളിച്ചാൽ, പക്ഷേ ഇനിയും വേറെ സമയത്ത് പോവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഒരു വ്യാഖ്യാനമല്ല ജ്ഞാനം, രണ്ടും വിസ്റ്റം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലോകത്തിൽ പാർട്ടിക്കാർ കണ്ടില്ലേ, ഹിറ്റ്ലർ പറഞ്ഞ പോലെ ഒരു കള്ളം പറഞ്ഞു മനുഷ്യൻ്റെ ചെവി കയറ്റിക്കുകയോ, അവർ പിന്നെ അത് പറയാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ അവർ ഈ കള്ളം പറയാൻ. അങ്ങനെ ആണ് ഹിറ്റ്ലർ ഈ നാസിസം അവിടെ ഉണ്ടാക്കിയത്, കമ്മ്യൂണിസവും. ഇങ്ങനെ പല ഇസങ്ങളും മതങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് ഇതുപോലെ വ്യാജം പ്രചരിപ്പിച്ചാണ്. ബുദ്ധിയുള്ളവന്മാർ ഇതിൻ്റെ പിന്നെ നിന്നുകൊണ്ട് ഈ സാത്താനിക ജ്ഞാനം മനുഷ്യർ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോവുക. കാരണം ശരിയായ ജ്ഞാനമില്ലാത്ത മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പോൾ മനസ്സാണിത് മുഴുവനും. നിങ്ങൾ ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന വിഗ്രഹങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഏത് പൂജാരി പ്രതിഷ്ഠിച്ചാലും ശരി, ഏത് പുരോഹിതം പൂജാലും മെത്രാസും ഇത് പൂജിച്ചാലും മാർപ്പാവ് അതിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല പ്രിയരേ. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിലാണ്. വായിച്ചേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. ഞാൻ പറഞ്ഞില്ലേ, പള്ളി വിഗ്രഹങ്ങളൊക്കെ ഈ മണ്ണായതുകൊണ്ട് ആർക്കും വേണ്ട. പക്ഷെ അമ്പലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണ വിഗ്രഹങ്ങളുള്ളതുകൊണ്ട് കള്ളന്മാർ ഏറ്റുമാനൂർ അപ്പനെ വരെ അടിച്ചുകൊണ്ട് പോക്കളിച്ചില്ലേ, ഇല്ലയോ? കൊണ്ട് ഗോഡൗണിൽ കൊണ്ടിട്ടിരുന്നില്ലേ? അതും പൂജിച്ചല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ചുമ്മാ വെള്ളം ഉണ്ടാക്കാതെ ഇങ്ങടെ വിളിക്കാൻ വരാതെ ഒന്ന് അന്വേഷിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ഇതിനകത്തൊന്നും ഒരു ശക്തിയില്ല. ഇതെല്ലാം വേദവചനം പറഞ്ഞ പോലെ പഠിപ്പിച്ച് പാട്ടും പാടി പഠിപ്പിച്ച് മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പറഞ്ഞ ദൈവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വചനത്തിന് പ്രാധാന്യം കൊടുത്തത്. ആത്മാവിൻ്റെ ആരാധനയും വചനവും, ഇതെല്ലാം സത്യം. അല്ലാതെ ഏത് മെത്രാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ അല്ലെങ്കിൽ ഒരു വലിയ പൂജാരി, ഇൻ്റർനാഷണൽ പൂജാരി വന്നിട്ട് വിഗ്രഹത്തെ പ്രാർത്ഥിച്ച് അതിനകത്ത് ആവശ്യം ചുമ്മാ, ഇത് മനുഷ്യൻ്റെ മനസ്സിലാണ് അവിടെ ചെന്നു ഈ വിഗ്രഹം ഇത് ദൈവമാണ്, ഈ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂജിച്ച് ആരാധിക്കുമ്പം അതിന് പിന്നിലൊരു വിശ്വാസമുണ്ട്. അത് ദൈവം കൊടുത്ത് ഏർക്കിയാൻ അല്ലെങ്കിൽ പ്രകൃതിപരമായൊരു വിശ്വാസമുണ്ട്.
ആ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. നമ്മൾ പറയുന്നത് എന്താ? ഈ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഈ പുണ്യാളനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതല്ല, നീ പ്രാർത്ഥിച്ചില്ലല്ലോ, ആ വിശ്വാസം നിന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. അത് മനുഷ്യൻ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ മത നേതാക്കന്മാരും പൂജാരികളും മനുഷ്യരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാകെ തങ്ങളുടെ കോർമ്പലിൽ ഒതുക്കി നിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ തെറ്റായി വെളിച്ചം കൊടുക്കുകയാണ്. വെളിച്ചം അവർ കൊടുക്കുന്നത്, വെളിച്ചമുള്ളതുകൊണ്ടല്ല ആകർഷണം വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ പമ്പയാറിൻ്റെ തീരത്താണ് ഞങ്ങളുടെ പറമ്പുരയിടമൊക്കെ ഉള്ളത്. അവിടെ നമ്മുടെ വീടും. അപ്പോൾ ജ്യേഷ്ഠന് മീൻ തെറ്റിയെടുക്കാൻ അറിയാം. തെറ്റാലി, അമ്പും വില്ലും. അവിടെ തെറ്റാലി എന്ന് പറഞ്ഞ് തെറ്റിയെടുക്കുക ഇങ്ങനെ. അപ്പോൾ അതിങ്ങനെ വില്ല് പോലെ വളഞ്ഞിരിക്കും. അതിൻ്റെ അറ്റത്തൊരു കഴുക്കോലുണ്ട്, കഴുക്കോല. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റയ്ക്കൊന്ന് അടിച്ചു വിടുമ്പോൾ മീനെ കിട്ടും. പക്ഷേ രാത്രി പോയി മീൻ പിടിക്കാൻ പോയി. അപ്പോൾ ആരംഭം എന്നെ വിളിച്ചു, ടോർച്ച് 5 ബാറ്ററി ടോർച്ചും പിടിച്ചുകൊണ്ട്, നീ നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ മീൻ ഈ ടോർച്ച് അടിച്ചു കൊടുത്താൽ അത് വെട്ടം കാണാൻ പോകത്തില്ലെന്ന് ചോദിച്ചു. അതാ ആദ്യം. അപ്പോൾ എന്നോട് അല്ല, ഈ വെട്ടം അടിച്ചാൽ അവളോട് നിന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൽക്കെട്ടിൻ്റെ അരികത്തുള്ള വെള്ളത്തിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ മീനെ കാണും. ഈ ടോർച്ചിൻ്റെ ലൈറ്റും കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കണ്ണ് ബ്ലിങ്കിങ് ആകും. ഇനി ഇടുക്കിക്കാരോട് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷ പറയാം. ഞങ്ങളിതുവഴിയൊക്കെ നമ്മൾ കാണുന്നില്ലേ, ബസ്സിനോ നിങ്ങളുടെ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ആടുകൾ, കാട്ടാടോ മുയലോ ഒക്കെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, അത് ക്രോസ് ചെയ്ത് പോയാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ലൈറ്റ് കാണുമ്പോൾ ഇങ്ങോട്ട് നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണും ബ്ലിങ്കിങ് ആയിപ്പോവും, അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോവും. ഞങ്ങളൊരിക്കൽ ഞാനും നമ്മുടെ വണ്ടി ഓടിക്കുന്ന സൗകര്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 30 വർഷത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാടെണ്ണം കാണും. ഇതൊക്കെ ഈ ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റക്കായിട്ടവിടെ നിൽക്കും. നമുക്ക് ഈസിയായിട്ട് പിടിച്ചുകൊണ്ട് പോകാം. കാരണം കണ്ണിനെ കുരുടാക്കുന്നു. അപ്പോൾ വെളിച്ചം കൊണ്ട് കണ്ണിനെ കുരുടാക്കുന്നുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. അതാണ് ഈ രാഷ്ട്രീയക്കാരെങ്കിൽ ലോകത്തിൽ മത നേതാക്കന്മാർ ചിലർ മനുഷ്യനിങ്ങനെ വെളിച്ചം കൊടുത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തിനില്ലേ വേടൻ്റെ പാട്ട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ അല്ലേ. പക്ഷെ അവരുടെയൊക്കെ അവസാനം നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ ദയനീയം. മൈക്കിൾ ജാക്സൺ ഒരു കാലത്ത് ലോകം മുഴുവൻ നിറഞ്ഞു നിന്നവനാണ്. അവസാനം പുള്ളി ഒരു പിടി പിൽസ് കഴിച്ചെങ്കിൽ മാത്രമേ പുള്ളിക്ക് ഈ പാട്ടും പാടാനൊക്കത്തുള്ളൂ, ഉറങ്ങാനും ഒക്കത്തുള്ളൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോഴേ അപ്പോഴും കിടപ്പുകൊണ്ട് വയറ്റിനകത്ത് ഒരു പിടി ഗുളിക. നോക്കണം, ലോകത്തെ മുഴുവൻ മയക്കിയതാണ്. അപ്പോൾ ഇത് ഒരു ശക്തിയാണ്. അതാണ് ലോകത്തിലെ വെളിച്ചം. ഈ വെളിച്ചത്തിൻ്റെ പിന്നാലെ ഈയൽ പോകുന്ന പോലെ ഇങ്ങനെ പോയി പറന്ന് ചിറകറ്റ് പോവുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, ഞാൻ സാക്ഷാൽ വെളിച്ചം, നോക്കണം, സത്യവെളിച്ചം. നോക്കണം, വെളിച്ചമുണ്ട്. പലരും ഇത്രയും അറിയത്തുള്ളൂ. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ആളുകൾ പോലും ചിലർക്ക് അറിയുന്നത്. ശ്രദ്ധിച്ചോണം, വെളിച്ചവും ഇരുട്ടും. പക്ഷേ അത് ചിലപ്പോൾ തിരിച്ചറിയാം. പക്ഷേ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലൈറ്റ് ആൻഡ് ലൈറ്റ്. അതിൻ്റെ അർത്ഥം ഫോൾസ് ലൈറ്റ് ഉണ്ട്, ട്രൂ ലൈറ്റ് ഉണ്ട്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ അതുകൊണ്ടാവും ഞാൻ സത്യവെളിച്ചം. വായിക്കാം, 1:4 അല്ലല്ലോ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. 1:9 വായിക്കാം. മൈക്ക് വായിച്ചു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക്. അപ്പോൾ 2 വെളിച്ചമുണ്ട്. ഇത് സഭകളിൽ പോലും നമ്മൾ അറിയാതെ സാത്താൻ തന്ത്രപരമായി ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരിൽ കൂടെയും ചില വീരന്മായ വിശ്വാസികൾ കൂടി വെളിച്ചം കയറും. ഏതാ ഈ ലോകത്തിൻ്റെ വെളിച്ചം? അപ്പോൾ കേൾക്കുമ്പോൾ ഒരു വലിയ അട്രാക്ഷൻ തോന്നും. പ്രോസ്പെരിറ്റി, ഭൗമിക നന്മകൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, ഇത് ദൈവീയമാണെന്ന് തോന്നും. അപ്പോൾ അത് ചോദിച്ചു, ലോകത്തിൽ മനുഷ്യൻ വഞ്ചിച്ച മാത്രമല്ല, ആത്മീയ ഗോളത്തിൽ പോലും ഈ വെളിച്ചം അപ്ലൈ ചെയ്ത് മനുഷ്യൻ വഞ്ചിക്കും. അതുകൊണ്ടാണ് യേശു ഐ ആം ദി ട്രൂ ലൈറ്റ്, ഞാൻ സത്യവെളിച്ചം. അപ്പോൾ വെളിച്ചവും സത്യവെളിച്ചവും തമ്മിൽ തിരിച്ചറിയണം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെ ഇപ്പോഴുള്ള വേലക്കാർ ചില സഭകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ യുദ്ധം നാട്ടുകാരോടല്ലല്ലോ, ആദ്യം കൂട്ടുവേലക്കാരോടും. ഞാനത് തുറന്ന് പറയുന്നുള്ളേ ഉള്ളൂ, ഇപ്പം അതിൻ്റെ ഒക്കെ മാറി വരുന്നു. കൂട്ടുവേലക്കാരോടും സഭാവിശ്വാസികളോടാണ് ഞങ്ങളുടെ ആദ്യത്തെ യുദ്ധം. ശരിയല്ലേ? കുമ്പളിക്കാർക്ക് അറിയാമല്ലോ, 2-2.5 വർഷം നമ്മൾ എന്തുമാത്രം പോരാടിയതിന് ശേഷം ഇപ്പോൾ ഈ സ്വസ്ഥത കിട്ടിയതല്ലേ. അന്നത് വിട്ടിട്ട് പോയിരുന്നെങ്കിൽ പണ്ടത്തെ പോലെ ആയിരുന്നു. അപ്പം നിങ്ങൾ പറയുന്ന ഇതാ ശരി, മനസ്സിലാവുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പാലായിൽ നിന്ന് ഒരു കുടുംബം വന്നു, പുതുതായി രക്ഷിക്കപ്പെട്ടു വന്നു. അവർ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് വന്നവരാ. അപ്പോൾ അവർ പറയുന്നത് എന്താ, ചെറിയാകുഞ്ഞ് ഭാഷയ്ക്ക് ഉപദേശമൊന്നും അറിയത്തില്ല, പുള്ളി പറയുന്നതെല്ലാം തെറ്റായ ഉപദേശമാണെന്ന് നമ്മുടെ ചില ഉപദേശിമാർ പോലും അവരോട് പറഞ്ഞിരിക്കുന്നതാണ്. ഇതാ
അപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ ഉപദേശിമാർ ചിലർക്ക് അറിയത്തില്ല. ചെറിയ കുഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ തിരിച്ചറിയണം. അപ്പോൾ നോക്കുക, കുരുടാക്കി. വേലക്കാരെന്ന് പറയുന്ന ചിലരെയും വിശ്വാസികൾ പറയുന്നവരും ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ വെളിച്ചം അവർ വിചാരിക്കുന്നത് ഈ തുള്ളിച്ചാടുന്നത്, ഇവിടെ കിടന്ന് തലകുത്തി മറിയുന്നത്, അന്യഭാഷ പറയുന്നത്, പിന്നെ ഭയങ്കര ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത്, കയ്യാങ്കളി കാണിക്കുന്നതൊക്കെയാണ് എന്ന് ചിന്തിക്കൊണ്ട്. അതാണ് അഭിഷേകം. ജ്ഞാനം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 2 കൊരിന്ത്യർ അല്ലേ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. 11:4 ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാതെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുക. 2 കൊരിന്ത്യർ 11:4 സഭയോട് പറയുകയാണ്. പരിജ്ഞാനമില്ലാത്ത കോരിന്ത്യ സഭ പണം ഒരുപാടുണ്ടായി. അവർ ഈ കടലിലെല്ലാം പ്രവർത്തിച്ച് ഒരുപാട് ഇഷ്ടംപോലെ കാശ് കിട്ടി, പണം വർദ്ധിച്ചു. പക്ഷേ പരിജ്ഞാനം ഇല്ലാതായിപ്പോയി. പണം കൊണ്ട് എന്ത് നേടാമെന്ന് അവരും ചിന്തിച്ചു. പൗലോസിനെ പോലും വിലയ്ക്ക് വാങ്ങിക്കാൻ പണം കൊണ്ട് അവർ നോക്കി. ആ സഭയോട് പറയുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഇത് പെന്തിക്കോസ്തവക്കാർ ഉണരണം. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും ഉയർത്തുന്നേറ്റ ക്രിസ്തുവിനെയും രണ്ടായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പും നടക്കുന്നത്. അത് വിട്ടിട്ട് ഈ കാണുന്ന എല്ലാ ഐശ്വര്യമാണ്, ഞങ്ങൾ പഴയ പോലല്ല, ഞങ്ങൾക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്, ഇപ്പോൾ പണ്ടൊരു കാലം ഇപ്പം ഒന്നിന് പിന്നെ പണ്ടെടുത്ത് പറഞ്ഞ പോലെ വണ്ടിക്ക് മേലെ വണ്ടി എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവർ തിരുവനന്തപുരം കാണാൻ പോയി. കാണാൻ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോൾ വിശേഷമൊക്കെ പറയാൻ പറഞ്ഞു. എൻ്റെ മക്കളെ, ഇവിടെ എല്ലാം വണ്ടിയല്ലേ ഉള്ളൂ, അവിടെ വണ്ടിക്ക് മേലെ വണ്ടി എന്നാണ്, ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞ പോലെ. നാളെ നിങ്ങൾ പറയും എന്താ ഹോളിന് മേളിൽ. ഇതൊക്കെ നാളെ പഞ്ചായത്തുകാർ കൊണ്ടുപോകുള്ളൂ. നമ്മളിവിടുന്ന് പറഞ്ഞു കഴിയുമ്പം അവർ കൊണ്ടുപോകുള്ളൂ. ഞാനവരോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ പറന്ന് പോയി കഴിയുമ്പോഴേ ഇത് പഞ്ചായത്തുകാർക്കാന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണെന്ന് ചോദിച്ചു. ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവരങ്ങ് എടുത്തോളും. ഈ കാണുന്നതൊന്നുമല്ല നമ്മുടെ ലോകം. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐക്യം. പിന്നെ ഇതൊക്കെ ഒരു നീതിയുടെ പ്രവൃത്തി, അത്രയേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ നീതിയുടെ പ്രവൃത്തിയുടെ ഒരു ഭാഗം. അതുകൊണ്ട് ഈ കാണുന്നൊന്നും കണ്ട് സന്തോഷിക്കരുത്. കാരണവന്മാർ പറയുമല്ലോ, മക്കളെയും മാമ്പൂവിനെയും കണ്ട് ഏത് സമയത്തും പൊഴിഞ്ഞു പോകും. ചിലർ പിള്ളേരാണ് അവരുടെ പ്രശംസ. ചെറുപ്പം മുതലേ അവരെ വലിയവരാക്കണം, അങ്ങനെ ആക്കണം. അവസാനം അവർ തന്തയുടെ തള്ളിനെ കഴുത്തി പിടിക്കുന്ന മക്കളായി മാറുക. ദൈവത്തിൽ ആശ്രയിച്ചോണം കേട്ടോ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യമീക്ഷിതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയം. ഇത്ര സൗഭാഗ്യമീക്ഷിതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ള. അപ്പം ക്രിസ്തുവിലെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷമാണ് നമുക്ക് ആവശ്യം. അതാണ് നിലനിൽക്കുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും. അപ്പം ഇങ്ങനെ കണ്ണു കുരുടാക്കിളയും. പെന്തിക്കോസ്ത് ലോകത്തിൽ ഒരു വലിയ ശതമാനത്തെ പിശാച് കണ്ണുകുരുടാക്കി. അപ്പോൾ ഈ പാലാക്കാരൻ ചോദിച്ചു, അതെന്താ നിങ്ങളിങ്ങനെ പറയും, നിങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ടോ? കണ്ടില്ലേ, പുള്ളി ഇത്രയും വർഷമായിട്ട് പുള്ളിയെ സെൻട്രൽ പാസ്റ്റർ ആക്കിയിരുന്നു. അപ്പോൾ അവർ നോക്കുന്നത് ഈ പെന്തിക്കോസ്തിൽ വന്നാൽ കിട്ടാൻ പോകുന്നത് പാസ്റ്റർഷിപ്പും മൂപ്പൻ പാട്ടവും സെൻട്രൽ പാസ്റ്റർ പട്ടവും കിട്ടുന്നതാണ് ഇവിടുത്തെ ഐശ്വര്യം എന്നാണ്. ഇവിടെ എടുക്കാൻ വയ്യാത്ത കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന സെൻട്രൽ പാസ്റ്റർമാരെ എനിക്കറിയാം. പണ്ട് ഏതോരുത്തും പറഞ്ഞ പോലെ വല്ലാത്ത ആപ്പിലായിപ്പോയ പാർട്ടികളുണ്ട്. പണ്ടെവിടെ കേട്ടൊരു കാര്യമാണല്ലോ, ഈ വെച്ചുച്ചില ഭാഗത്ത് ശബരിമല റോഡ് നന്നാക്കുന്ന സമയത്ത് ഈ ആദ്യമായിട്ട് ഈ സർക്കാർ റോളർ കൊണ്ടുവന്ന് റോഡ് ശരിയാക്കുന്ന കാലമാണ്. നടന്ന സംഭവമാണ്. എന്താ സൗകര്യം പറഞ്ഞ് അങ്ങനെ റോളർ കൊണ്ടുപോയി റോഡിലിട്ടിട്ട് ഇവർ പണിയും കഴിഞ്ഞ് പോയി. കാടിനടുത്തായിരുന്നു. ഒരു കാട്ടാന അവനെ ചൊറിച്ചിൽ പിടിച്ച് മണ്ണും അഴുക്കെല്ലാം കൂടെ മേളി വാരിയെടുത്തില്ലേ. ഇവർ ചൊറിച്ചിൽ പിടിച്ചിട്ട് മരത്തെല്ലാം വിഴുന്നിട്ട് അപ്പോഴാണ് ഈ വലിയ റോളറിൻ്റെ കല്ല് കണ്ടത്. ഇവൻ പോയി തലയിട്ട് ആട്ടി അതെല്ലാം തുരുമിക്കൊണ്ട സമയത്ത് അതിൻ്റെ അടയങ്ങ് പോയി, റോളറിൻ്റെ അടയങ്ങ് പോയി. അതിങ്ങനെ ഉരുളാൻ തുടങ്ങി. ഇവന് ഓടാൻ നോക്കുമോ? ഇത് തൻ്റെ കാലയിലും തലയിലും കയറുന്ന് പേടിച്ചിട്ട് ഇവൻ ഈ റോളറെ കൊണ്ടുവന്ന് ഇങ്ങനെ
അങ്ങനെ ഇച്ചിരി മുന്നോട്ട് പുറകോട്ട് വരും, ഇവൻ തള്ളിത്തള്ളും, അങ്ങനെ നേരം വിളിപ്പിച്ചു. രക്ഷപ്പെടാനൊക്കെ ഇവനിങ്ങനെ നിൽക്കുകയല്ലേ, ഇവനേക്കാൾ ശക്തമായി നിൽക്കുകയല്ലേ ആരാ? റോളർ. അപ്പോൾ അങ്ങനെ ശക്തമായി നിന്ന റോളറിനെ ഏതായാലും ഇവനിങ്ങനെ താങ്ങി ഒരു 1 കിലോമീറ്റർ മേളിൽ ഇപ്പോഴും തള്ളി താഴോട്ട് കൊണ്ടുവന്നു. രക്ഷപ്പെടാൻ വയ്യ. രാവിലെ പണിക്കാർ വന്ന് ഉദ്യോഗസ്ഥന്മാരൊന്നും റോളറില്ല. തപ്പിച്ചെന്നപ്പോൾ തന്നെ ആന ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഏതായാലും ഡ്രൈവർ കയറി പവർ ബ്രേക്കൊക്കെ ഇട്ട് രക്ഷപ്പെടുത്തി. ആന തിരിഞ്ഞൊരു ഓട്ടം. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ചൊക്കൻ ആപ്പിലായി അത് പറഞ്ഞ പോലെ ആഗ്രഹിച്ച് ചില ആളുകൾ സെൻട്രൽ പാസ്സാകാനും പോയി നടക്കുന്നവൻ്റെ ചിലരുടെയൊക്കെ ഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം ആക്കട്ടെ, ദൈവത്താൽ വരട്ടെ. ഏത് പോസ്റ്റിൽ വന്നാലും, മുഖ്യമന്ത്രി ആയാലും മന്ത്രി, ഇപ്പം കണ്ടില്ല മന്ത്രിമാരും ഒക്കെ കയറി കിടന്ന് അനുഭവിക്കുന്ന ഈ റോളറിനെ പോയി പിടിച്ച പോലായി. സമാധാനം പോയി, കുടുംബജീവിതം പോയി, സ്വസ്ഥമില്ല. ഇനി നാളെ എപ്പോഴാണ് ജയിലിൽ പോകുന്നതാണ് നോക്കുന്നത്. ഇപ്പം 4 ഉദ്യോഗസ്ഥന്മാരെ കണ്ടില്ലേ, പോലീസുകാരെ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ ആ സ്ഥാനത്തിനേറ്റ അറിവും ജ്ഞാനവും ഇല്ലെങ്കിൽ ഏത് പോസ്റ്റും ഈ പറഞ്ഞ റോളർ പോലെയാണ്. പിന്നെ ഉന്തി അവരുടെ ജീവിതം അവരങ്ങ് അവസാനിക്കും. വല്ലവിധേയം അങ്ങ് എടുത്തോളെന്നാണ്. ഈയിടെ ഒരു ദേവദാസനോട് പറഞ്ഞ്, ചെറിയാകുഞ്ഞ പ്രാർത്ഥിക്കണം. ഞാൻ എന്താ മതി, ഈ പോസ്റ്റ് മതിയെന്ന്. അതുകൊണ്ട് ഈ പോസ്റ്റൊന്നും അല്ല നമ്മുടെ മാർഗം. കർത്താവ് നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യണം? എല്ലാവർക്കും ദാസനാകണം. 18 വർഷം മുമ്പ് എന്നെ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു പോസ്റ്റ് വേണ്ട. അന്ന് ഞാൻ പറഞ്ഞതാണ് അന്ന് ഞാൻ അവരോട് പറഞ്ഞു, സോണിയാഗാന്ധി ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന സമയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം ആവശ്യമുണ്ടോ? ഉണ്ടോ ശോഭൽ ബ്രദറെ? അന്ന് പറഞ്ഞതാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അതുകൊണ്ട് ഇതെൻ്റെ സ്ഥാപനമാണ്, എൻ്റെ അപ്പൻ്റെ സ്ഥാപനമാണിത്. അല്ല, ഞാനിത് സംഘടനയായിട്ടല്ല കാണുന്നത്. ഇത് എൻ്റെ അപ്പൻ്റെ രക്തം കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം എൻ്റെയാണ്. ഞാനങ്ങനെയാണ് കാണുന്നത്, അല്ലാതെ കൂലിക്കാരനായിട്ടല്ല. ആ അറിവോടും ജ്ഞാനത്തോടാണ് അന്നും ഇന്നും വില ചെയ്യുന്നത്. അല്ലാതെ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ സഭയുടെ അടിസ്ഥാനത്തിലോ കാശ് കിട്ടുന്ന അടിസ്ഥാനത്തിലോ ഇല്ലയോ. ഒരിക്കലും ഒരു അമ്മച്ചി പറഞ്ഞു, അവിടെ ഉദ്യോഗസ്ഥന്മാരാരും ഇല്ലെന്നാണ്. AC തോമസ് ചോദിച്ചു, എന്തിനാടാ നീ എന്താ കല്യാണം ആലോചിക്കാൻ പോകുന്നത്? അല്ല, ശമ്പളക്കാരില്ലെന്ന്. ഇതൊക്കെയാണ് വേലയുടെ മാനദണ്ഡം. ഞാനൊക്കെ എല്ലിസ് വെയ്ത്തോമിൽ ഇരിക്കുമ്പം ഒരു മാസം 50,000 രൂപ വരെയും ദശാംശം കിട്ടുമായിരുന്നു. ഞാൻ അവിടുത്തെ ക്യാഷ്യർ, പാസ്റ്റർ ബോബിയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും. അക്കൗണ്ട്സ് എല്ലാം എൻ്റെ കയ്യിലായിരുന്നു. ആ സഭയിൽ നിന്ന് ചീഫ് പാസ്റ്റർ എനിക്കൊരു മാറ്റം തന്നു. റാണിപ്പട്ടയ്ക്ക് 200 വിശ്വാസികളും കാറുള്ള സഭയാണ്. എല്ലീസിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് റാണിപ്പട്ട ആ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയിരുന്നു. ചീഫ് പാസ്റ്റർക്ക് എന്നുള്ള സ്നേഹത്തിലാകട്ടോ. പുള്ളി ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് പുള്ളി വലിയൊരു സഭയിൽ ആദ്യത്തെ പോസ്റ്റിങ്ങാണ്. അപ്പോൾ സെൻട്രൽ പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞില്ല, അവനെനിക്കിപ്പോൾ ഇവിടെ ആവശ്യമുണ്ട്, എൻ്റെ പല കാര്യങ്ങളും അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അക്കൗണ്ട്സും പല കാര്യങ്ങളും. അതുകൊണ്ട് താൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അയക്കാം. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു അവനെ അയക്കുക, നല്ലൊരു സഭയ്ക്ക് വിടാൻ പറഞ്ഞു. അപ്പോഴും പാസ്റ്റർ MG എബ്രഹാം അദ്ദേഹമാണ് വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനും എക്സ് മിലിറ്ററിക്കാരനും കൂടാണ്. കണ്ടാൽ ഒരു നല്ല എടുപ്പുള്ള മനുഷ്യനാണ്, നല്ല സ്പിരിച്വൽ മനുഷ്യൻ, ആത്മാ വെളിപ്പുള്ളവനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിടാം പാസ്റ്ററെ, കുറച്ചുകൂടെ കഴിയട്ടെ. പെട്ടെന്ന് ദൈവത്തിൻ്റെ സമയം വന്നു, എന്നെ നാഗപട്ടണത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവിടെ നിന്ന് വേലക്കാരന് മാനസിക പ്രയാസം ഉണ്ടായി. പിശാച് ആ വേലക്കരി ഞെരങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സെൻട്രൽ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകണം, നീ അവിടെ കുറച്ച് നാൾ ഇരിക്കാൻ പറഞ്ഞു. അവനെ ആ ബ്രദറിനെ ഇങ്ങോട്ടുകയും ചെയ്തു. അവനെ വേറെ വിട്ട് പോവുകയും ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പെർമനൻ്റ് 2 വിശ്വാസികൾ, ആരോ പുതിയ ആളുകളൊക്കെ ഉണ്ട്. പെയ്ത്തോം ഒരു മുറിയുള്ള വീട്, സഹോദരിമാർക്ക് മുറിയില്ല, അവർ അടുക്കളയിലും ഈ ചായപ്പിലും കിടന്ന്. ഞാൻ വന്ന് പാസ്റ്റർ പറഞ്ഞു ആ മുറി അവർക്ക് കൊടുത്തു. അവിടാണ് ആരാധനയും, ഒറ്റ മുറിയേ ഉള്ളൂ. ഇപ്പോഴും ആ കെട്ടവിടെ ഉണ്ട് കേട്ടോ. നാഗപട്ടണത്ത് മേലക്കോട്ട വാസലിലാണ്, അവിടെയാണ് തുടക്കം. ആരാധന ഹോളില്ല, എനിക്ക് മുറിയുമില്ല. ഞാനപ്പോൾ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിയതാണ്, യേശു ക്രിസ്തു ബെത്ലഹേമിൽ ബോൺ ഇൻ ബെത്ലഹേം നോ റൂം ഇൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ, ഞാനും ഒരു പയ്യനും കൂടെ ഒരു ചെറിയ കട്ടയൊക്കെ വെച്ചുണ്ടാക്കി, ഒരു കട്ടിൽ 4 കാലൊക്കെ ഉണ്ടാക്കി, ഒരു കട്ടിൽ ബാസ്പോർട്ടൊക്കെ ഇട്ടൊരു കട്ടിലൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ പകുതി കഥവും വെച്ച് അങ്ങനെയാണ് ആരംഭിച്ചത്. പക്ഷേ അതാണ് കറക്റ്റ്.
ചീപ്പാഷനുള്ള മാനുഷ്യ സ്നേഹത്തിൽ ഞാൻ റാണിപ്പേട്ടയ്ക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിലൊരു ചെറിയാകുഞ്ഞ് കാണത്തില്ല. ചിലപ്പോൾ ഇതിനു മുമ്പേ തീർന്നു പോയേനെ. ചീപ്പാഷക്ക് സ്നേഹം കൊണ്ട് അയച്ചതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നടത്തിപ്പിൽ പാസ്റ്റർ എം ജി അബ്രഹാമിനോട് സംസാരിച്ചിട്ട് ഈ ചെറിയ സഭ, മുറി പോലും ഇല്ലാത്തൊരു സഭ, കട്ടിൽ പോലും ഇല്ലാത്തൊരു സഭയ്ക്ക് അയച്ചു. ആ തുടക്കമാണ് ഈ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു കാര്യം. മനസ്സിലാവുന്നു? അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഭൗമിക സമൃദ്ധിയിലേക്ക് ആരും ആഗ്രഹിക്കരുത്. ഇവിടെ കിട്ടുന്ന പോസ്റ്റും ഈ പറഞ്ഞ പോലെ പോസ്റ്റ് വരാം, പക്ഷേ അവസാനം എന്തു ചെയ്യും? നമ്മുടെ രാജുച്ചാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ആഗ്രഹിച്ച് പാസ്റ്റർമാരോട് പോയി പറഞ്ഞ് തനിക്ക് കിട്ടുന്നതെല്ലാം കൊണ്ട് വിലയ്ക്ക് കൊടുത്ത് സെൻട്രൽ പാസ്റ്റർ കൊടുത്ത്, എന്തുവാണ് രാജു എന്നിങ്ങനെ എന്നെ ഒരു അസിസ്റ്റൻറ്റ് പാസ്റ്റർ ആക്കണം, എത്രയോ പേരായി. അപ്പോൾ പിടിച്ചാക്കി, ദൈവമിതെല്ലാം പിടിച്ചാക്കി. പുള്ളി 4 സ്ഥലത്ത് പോയി 4 സ്ഥലവും അബ്സല്യൂട്ട്ലി ഫെയിലർ. എന്നോട് എൻ്റെ പൊന്നു ചെറിയാങ്കുഞ്ഞേ, ഇങ്ങനൊരു സ്ഥാനത്തേക്ക് വരരുത്. ആ സ്ഥാനത്ത് എത്രയോ പേര് മനോഹരമായ വേല ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ ഇതാണ് അത്യാഗ്രഹങ്ങൾ. ഈ ലോകത്തിൻ്റെ ഇതിലേക്ക് പോകുന്ന മനുഷ്യർക്ക് വരുന്ന അപകടം ഇതാണ്. സ്ഥാനം, മാനം. ചിലർ അതിന് പ്രോത്സാഹനം കൊടുക്കും, ചില ആളുകൾ അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും കാര്യസാധ്യത്തിന് വേണ്ടി. അതൊക്കെ വലിയ തിന്മയാണതൊക്കെ. അത് കൂട്ടുവേലക്കാരോട് ചെയ്യുന്ന വലിയ തിന്മ കൂടാണത്. എന്താ വായിക്കാം? ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ വായിച്ചേ. 1 കൊരിന്ത്യർ 11 ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും 3 കാര്യങ്ങൾ സമാന്തരമായിട്ട് പെന്തിക്കോസ് സഭകളിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പെന്തിക്കോസ് എന്ന് പറയുന്നത് എന്നെ ഒരു പൊതുവായ കാഴ്ചപ്പാട് വിളിച്ചതാണ്. ഈ പൗലോസ് പറയുമല്ലോ, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീമോത്തിയോസ് എന്നാണ് പൊതുവിശ്വാസം. അത് ടി പി എംകാർ വിശ്വാസം മാത്രം. യേശു ക്രിസ്തു എവിടെല്ലാം ഉണ്ടോ അത് എല്ലാം എൻ്റെതാണ്. അല്ല, ഞാൻ ടി പി എം മാത്രം ഒതുക്കുന്ന ഒരാളല്ല. ടി പി എമ്മിൽ വന്നു, ഇത് സത്യം മനസ്സിലായി, ഇവിടെ നിൽക്കുന്നു. പക്ഷേ അതുകൊണ്ട് മറ്റു പെന്തിക്കോസുകാർ വേറെയാണെന്ന് ഞാൻ കാണിക്കത്തില്ല, സമുദായക്കാർ വേറെയാണെന്ന് ചിന്തിക്കത്തില്ല, അന്യജാതിക്കാർ വേറെയാണെന്ന്. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഈ കാഴ്ചപ്പാടിലാണ് ഞാൻ പോകുന്നത്. അതാണ് 84-ാം സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗം. അതല്ല, ഞങ്ങൾ മാത്രം കിണറ്റി കിടക്കുന്ന തവളെ പോലെ ഇതാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞു പോകരുത്. മറ്റുള്ളവരുടെ നന്മയെ കൂടെ അംഗീകരിക്കാനുള്ള വിശാല ഹൃദയം നമുക്കുണ്ടാകണം. അതാ 84-ാം സങ്കീർത്തനത്തിലുണ്ട്. അത് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ സമാന്തരമായിട്ട് എല്ലായിടത്തും 3 യേശുവുണ്ട്, ആത്മാവുണ്ട്, സുവിശേഷമുണ്ട്. അതാണ് പ്രോസ്പെരിറ്റി. ആ പ്രോസ്പെരിറ്റിയിൽ ഒന്നാണ് പ്രമോഷൻ, ഉയർച്ച, സെൻട്രൽ പാസ്സാകുന്നതും. സഭയ്ക്കൊരു നിയമമുണ്ട്, അത് അതിൻ്റെ സമയത്ത് നടത്തിപ്പാർക്ക് ദൈവം പറഞ്ഞെന്ന് വെച്ചോളും. പക്ഷേ ആഗ്രഹിച്ച് പോകുന്നവർക്ക് ദൈവം ഒരു സമയം കൊടുക്കും. ശൗലിനെ ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം ശൗലിനെ രാജാവാക്കി. അനുഭവിച്ച കഷ്ടം കണ്ടില്ലേ? അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, ഉപദേശിമാരെ, ഒരു പോസ്റ്റും ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ച് കയറിയാൽ എവിടാ വെച്ചുവെച്ചറിയാലേ ആന റോഡ് തള്ളി നിൽക്കുന്ന പോലെ ഒരു ടെൻഷൻ വരും. അവസാനം ജീവനും കൊണ്ട് ഭൂമിയിൽ ഓടേണ്ടി വരും. റോളർ തള്ളിയത് മിച്ചം. ഒരു രാത്രി മുഴുവനും റോളർ തള്ളിയത്. യേശുവിൻ്റെ പ്ലാൻ വിട്ടു പോയ പത്രോസ് എന്താ ചെയ്തേ? രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. ഇവിടെ ദൈവം തന്നെ നടത്തിക്കോളും. കാറ്റിഷ്ടമുള്ളിടത്ത് അതിനെ നടത്തും. തണ്ട് വെച്ച പടകൾ അതിൽ കൂടി കിടക്കുകയില്ല. അവിടെ കാറ്റ് കൊണ്ടുപോയിക്കോളും. ആത്മാവിന് ബോധിച്ച പോലെ കൊണ്ടുപോയിക്കോളും. നടത്തിപ്പോൾ ആത്മാവെല്ലാം കറക്റ്റാണ്. എനിക്കറിയാമല്ലോ, എൻ്റെ ഇത്രയും ട്രാൻസ്ഫറുകൾ, ഈ 44 വർഷത്തെ ട്രാൻസ്ഫറുകളെല്ലാം തന്നെ നമ്മുടെ പാസ്റ്റർമാർ അയച്ചിരിക്കുന്നത്. ചീഫ് പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർമാർ തന്നെയാണ് ഈ ചെറിയാങ്കുഞ്ഞിൻ്റെ ട്രാൻസ്ഫറുകളെല്ലാം നടത്തിയത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. പിന്നെ ചിലത് ഞാൻ പറഞ്ഞില്ല, മദ്രാസ് ചീഫ് പാസ്റ്ററിനുള്ള സ്നേഹത്തിൽ റാണിപ്പേട്ടയ്ക്ക് സഭയ്ക്ക് വിട്ടെങ്കിലും സെൻട്രൽ പാസ്റ്റർ അത് തടസ്സം ചെയ്തു. തക്ക സമയത്തിൽ കിട്ടിയത് 2 വിശ്വാസികൾ. അപ്പോൾ സെൻട്രൽ പാസ്റ്റർ ദോഷമാണോ ചെയ്തത്? അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിപ്പോൾ അങ്ങനെയായിരുന്നു. മറ്റു മാനുഷ്യ സ്നേഹം. കോട്ടയത്ത് ഞാൻ 94 കുമ്പനാട്ടയ്ക്ക് പാസ്റ്റർ ബാബുച്ചാനെ എടുത്തപ്പോൾ എന്നെ ചീഫ് പാസ്റ്റർ എന്നെ പറഞ്ഞു, നേരെ കുമ്പനാട്ടയ്ക്ക് ചെറിയാങ്കുഞ്ഞിനെ വയ്ക്കണം, ഞാൻ കുമ്പനാട്ടുകാർക്ക് വാക്ക് കൊടുത്താന്ന് പറഞ്ഞു ചീഫ് പാസ്റ്റർ. പക്ഷേ ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയത് ഭരണിക്കാവാണ്. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു ചെറിയാങ്കുഞ്ഞിനെ ഭരണിക്കാവ് വെക്കാൻ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ചീഫ് പാസ്റ്റർ ചെയ്ത് തെറ്റാണോ? അല്ല. ചീഫ് പാസ്റ്റർ നോക്കിയപ്പോൾ ബാബുച്ചാരി എടുത്തപ്പോൾ അവരിങ്ങനെ ചില കാര്യം ഡിമാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ശരി, നിങ്ങൾക്ക് ഏറ്റവും ഒരാളെ തരാം. അതാരാ? ചെറിയാങ്കുഞ്ഞാണ്. അത് അദ്ദേഹത്തിൻ്റെ മാനുഷികമായൊരു സ്നേഹം, അത് തെറ്റല്ല. പക്ഷേ അതിന് മേളിലൊരു കാര്യം ദൈവത്തോട് ഉദ്ദേശിച്ചു. അതെന്താ? ഭരണിക്കാവ് ഞാൻ ചെല്ലേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഭരണിക്കാവ് ചെല്ലുമ്പോൾ 2 വർഷം മുമ്പേ, 2 ആഴ്ച മുമ്പേ
അവിടെ ഒരു സഹോദരി സ്വപ്നം കണ്ടിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ഒരു ഉപദേശി വരും, നീളമുള്ള ഒരു ഉപദേശി വരിക. ഒരു നീളമുള്ള ഉപദേശി വന്നിട്ട് ഒരു പാണ്ടക്കെട്ട് ഇങ്ങനെ തുറക്കുക, മുഴുവനും പുസ്തകങ്ങളാണ്, വ്യത്യസ്തമായ ഉപദേശങ്ങളും പുസ്തകങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ഉപദേശങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്ത് ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോഴാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരിലെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന പാസ്റ്റർ റോയി, അദ്ദേഹം അന്ന് ഭരണിക്കാവിൽ ബീഹാറിൽ ഒരു ഉദ്യോഗത്തിന് എനിക്ക് DYSP പോസ്റ്റ് കിട്ടി ജോയിൻ ചെയ്തിരുമ്പോൾ വീട്ടിൽ വന്ന് ഒരു 2 ആഴ്ച കണ്ടോ വന്നിരിക്കുക. ഈ സമയത്താണ് ഞാൻ ചെല്ലുന്നതും തൻ്റെ സംശയങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയിൽ ഗ്രൂപ്പിൽ വെച്ച് തീർക്കുകയും ദൈവം തനിക്ക് ദർശനം കൊടുത്ത്, തൻ്റെ അമ്മയ്ക്ക് ദർശനം കൊടുത്ത് താൻ മേലേക്ക് വന്നു. ആ റോയ് പാസ്റ്റർ സൗദി അറേബ്യയിൽ ഇരിക്കുമ്പോഴേ വർഷങ്ങൾ അവിടെ ഇരിക്കുക. അപ്പോൾ എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷമായി ഒറ്റയ്ക്കേ ഉള്ളൂ, സൗകര്യമാർ പോലും ഇല്ല, എന്താ സമയമായോല്ലോ. ഞാൻ പറഞ്ഞു ശരി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു, ട്രാൻസ്ഫർ ഓക്കെയാന്ന് പറഞ്ഞു, ഇവിടുന്ന് ട്രാൻസ്ഫർ ഓക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച് ഞാൻ മദ്രാസ് വിളിച്ച് പറഞ്ഞിട്ടാന്ന്. ഞാൻ മദ്രാസിൽ പറഞ്ഞില്ല, ദൈവത്തോട് പ്രാർത്ഥിയപ്പം ഒരു വെളിച്ചം കണ്ടു, വിളിച്ച് പറഞ്ഞു. 11 മണിക്ക് പറഞ്ഞ് പുള്ളിക്ക് 4 മണിയായപ്പോൾ മദ്രാസിൽ നിന്ന് ഫോൺ വരുന്നു, തനിക്ക് മസ്കറ്റിലേക്ക് ട്രാൻസ്ഫർ. മസ്കറ്റിലിരുന്ന സമയത്ത് നോക്കണം, എൻ്റെ മൊബൈൽ ഫോണും കേടായി കിടക്കുക, ഫോണില്ല. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നു, ഈ റോയി പാസ്റ്റർ മസ്കറ്റിൽ നിന്ന് പത്തനംതിട്ടയാണോ റാന്നിരിക്കറിയില്ല, അതുപോലെ ആ ഒരു ഫെയ്ത്തോവിൽ വന്ന് ട്രാൻസ്ഫറായി വന്നിരിക്കുക. ബെന്നിച്ചായൻ, മരിച്ചുപോയ ബെന്നിച്ചായൻ ഒരു പുതപ്പൊക്കെ മൂടി, കാരണം ബെന്നിച്ചായന് റോയിയോട് വലിയ ഇഷ്ടമായിരുന്നു. റോയി പാസ്റ്റർ വിലയ്ക്ക് ഞാൻ കൊണ്ടവിടെ ആക്കുമ്പം തിരുവല്ലയെ കൊണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ ഭരണിക്കാവിൽ നിന്ന് തിരുവല്ലയെ കൊണ്ട് ഏൽപ്പിച്ച സമയത്ത് ബെന്നിച്ചാൻ ഒരുപാട് സഹായം ചെയ്തു, അല്ലെങ്കിൽ തനിക്ക് സഹായമായിരുന്നു. ഈ മരിച്ചുപോയ ബെന്നിച്ചാൻ ഒരു പുതപ്പെല്ലാം മൂടിക്കൊണ്ട് പത്തനംതിട്ട ഫെയ്ത്തോണിക്ക് വന്നിരിക്കുക. ഞാൻ ചെന്ന ബെന്നിച്ച അത് നമ്മുടെ റോയ് വരുന്നതല്ലേ, അപ്പോൾ കാണാൻ വന്നതെന്ന് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ റോയ് പാസ്റ്റർ എനിക്കൊരു ഇതിലെ കുറേ ഒരു സ്നാക്സും നട്ട്സും ഒരു മൊബൈൽ ഫോണും എല്ലാം അതിനകത്ത് കിടക്കുന്ന പോലെയാണ്. ഞാനിദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, എടോ തനിക്ക് സഹോദര ഇനി ട്രാൻസ്ഫർ ഇങ്ങോട്ടാ, പത്തനംതിട്ട സൈഡാണെന്ന് തോന്നുന്നു പറഞ്ഞു. മസ്കറ്റിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു അസിസ്റ്റൻ്റ് മരിച്ച് മാസങ്ങളായി, ഇതുവരെ ആരെയും വെച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ 4-ാം ദിവസം മദ്രാസിൽ ഫോൺ വരുന്നു, പത്തനംതിട്ടയ്ക്ക് ട്രാൻസ്ഫർ. താൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു കിറ്റിൽ സ്നാക്സും നട്ട്സും പിന്നെ നല്ലൊരു മൊബൈൽ ഫോണും കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടാനൊരു സ്വപ്നം കാണിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ചിലർക്കെല്ലാം സ്വപ്നം കൊടുക്കും. ഇന്നാളൊരിക്കലേ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2ാമത്തെ വാർക്ക, ഇപ്പം 3ാമത്തെ വാർക്ക കഴിഞ്ഞിട്ട് 4ാമത്തെ വാർക്കയാണ്. അപ്പോൾ വാർക്കയുടെ സമയത്ത് പോലെ പൈസ വേണം. നമുക്കറിയാം, നമ്മളിവിടുത്തെ മനുഷ്യർക്ക് അവർ ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുപോലെ കുറേ പൈസ അത്യാവശ്യമാണ്. ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്തു. അമേരിക്കയിലെ ന്യൂയോർക്ക് സഭയിലിരുന്നൊരു രോഗിയായ സഹോദരനെ, തനിക്ക് കൺവെൻഷൻ പോകണം, സെൻട്രൽ അവിടുത്തെ അമേരിക്കൻ കൺവെൻഷൻ, പക്ഷേ സുഖമില്ല, ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പ്രസംഗം കേട്ടത്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇന്നാരാണ്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് പ്രധാനം, എനിക്കൊന്ന് കൺവെൻഷൻ പോകണം, അത്യാവശ്യമാണ്. പ്രാർത്ഥിച്ച് പുള്ളിക്ക് അത്ഭുത സൗഖ്യം കേട്ടോ, അത്ഭുത സൗഖ്യം. പുള്ളി കൺവെൻഷന് പോയി തിരിച്ചു വന്നപ്പോൾ ആ സന്തോഷത്തിന് നല്ലൊരു എമൗണ്ട് വായിച്ചു. അങ്ങനെയുണ്ട് പരിപാടികളൊക്കെ. അപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വപ്നം കാണിക്കുകയും ദർശനം കാണിക്കുകയും ഇതുപോലെ സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പുരാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫറിൻ്റെ വിഷയം ഞാൻ പറഞ്ഞത്. അപ്പം നടത്തിപ്പുകാർ ഈ കുമ്പളി വരെയുള്ള ട്രാൻസ്ഫർ കൃത്യമായിട്ട് ചെയ്തതും ദൈവത്തിൻ്റെ ട്രാൻസ്ഫർക്ക് സത്യം നമ്മളത് വിശ്വസിച്ച് പോയാൽ മതി. അല്ല, അതിന് മേളിൽ കയറി അത്യാഗ്രഹം അപകടമാണ്. ആശിക്കുന്നതിന് മേലെ ആശിച്ച് പോകരുത്. ദൈവം നടത്തിക്കോളും. ദൈവത്തോട് അധിവസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് കുരുവിയെപ്പോലെയും തകവലാം കുരുവിയെപ്പോലുള്ളതായ ദർശനം നമുക്കുണ്ടാകണം. അതെന്താ പറയുന്നത്? അതെവിടെ തിരഞ്ഞെടുത്ത എവിടാ വായിച്ചേ? 3-ാം വാക്യം 84:3. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തി. കുരുകിലിൻ്റെ ഒരു വീടും മീവൽ പക്ഷിക്ക് ഒരു കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയിരിക്കുന്നു. എവിടെ? എന്റെ രാജാവ് എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പീഠങ്ങളിൽ തന്നെ. യാഗപീഠം എന്നുള്ള പീഠങ്ങൾ, 2 പീഠമുണ്ട്. ഒന്ന് പ്രാകാരത്തിൽ കാണുന്ന യാഗപീഠം, അവിടെയാണ് യാഗം നടക്കുന്നത്. പിന്നെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്.
അപ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ 3 സ്റ്റെപ്പാണ്. ഇസ്രായേൽ ജനങ്ങൾ ഈ സമാഗമന കൂടാരത്തിന് 3 സ്റ്റെപ്പായിട്ട് അവർ, ഒന്ന് വഴി, ആദ്യമായിട്ട് കൂടാരത്തിൽ പ്രവേശിക്കാനുള്ള വഴിയാണ് കൂടാരം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ അവിടെയാണ് സത്യവചനവും വിളക്കും, മേശ, കാഴ്ചയപ്പവും നിലവിളക്കും, അതായത് സത്യവെളിച്ചവും സത്യവചനങ്ങളും കൊടുക്കുന്ന വിശുദ്ധ സ്ഥലം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥലം, അവിടെയാണ് ദൈവത്തിൻ്റെ തേജസ്, സിയോൻ യെരൂശലേം എന്നൊക്കെ പറയത്തില്ലേ, അതിന് നിഴല്. അതുകൊണ്ടാണ് അവർ ഈ 3 കാര്യങ്ങളെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് വഴി, രണ്ടാമത്തേന് സത്യം, മൂന്നാമത്തേന് ജീവൻ. അതുകൊണ്ടാണ് അവരുടെ ഭാഷയിൽ യേശു പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:6 വായിക്കുമ്പോൾ, ഞാൻ തന്നെ, അതായത് ഈ കൂടാരമല്ല, നിങ്ങൾ ഈ ചുമന്നുകൊണ്ടിരിക്കുന്ന കൂടാരമല്ല, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഇത് പെന്തക്കോസ്തുകാരെ നമ്മൾ ഓർത്തിരുന്നോണം. യേശു ക്രിസ്തുവിനെ വിട്ട് പ്രസ്ഥാനത്തിലേക്ക് പോകരുത്. പ്രസ്ഥാനം വേണം. ഒരു ചെടി വളരാൻ ഒരു ചെടിച്ചട്ടി ആവശ്യമാണ്. ഞാനിവിടെ വരുന്ന സമയത്ത്, 7 വർഷം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത്, കുറേ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ കുറേ തൈകൾ നിൽപ്പുണ്ട്. വളർച്ചയില്ലാതെ മുരടിച്ച് കാറ്റ് വീഴ്ചയും വീണ് നശിച്ചുകൊണ്ടിരിക്കുക, ചെടിച്ചട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി അതിൻ്റെ ചെടിച്ചട്ടിയിൽ വെച്ചാൽ ഒക്കത്തില്ല. അതിനെ പറമ്പിൽ തന്നെ കുഴിയെടുത്ത് ചാണകമൊക്കെ ഇട്ട് വളവിട്ട് എല്ലാം വെച്ചു. അപ്പോൾ അത് ശക്തിയായിട്ട് വീണ്ടും കിളുത്തു വന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ചട്ടിയിൽ ഒതുക്കേണ്ടവരല്ല. ചട്ടി ആവശ്യമാണ്, ഒരു സൊസൈറ്റി ആവശ്യമാണ്, ഒരു സംഘടന ആവശ്യമാണ്. അത് ഏറ്റവും നല്ല സംഘടനയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, അവൻ തെറ്റല്ല. പക്ഷേ ആ സംഘടനയൊക്കെ ചുരുങ്ങിപ്പോകരുത്, വളരണം. ക്രിസ്തുവിൽ പിന്നെയും വളർന്ന് വിശാലമായി പോകണം. അവിടെ കുരുടാക്കരുത്. ആ മതത്തിൻ്റെ ശക്തി എല്ലാ സംഘടനയിലുമുണ്ട്, TPM-ലുമുണ്ട്. അത് നിങ്ങൾ കയറരുത്. അതാണ് പൗലോസ് പറഞ്ഞ ആ മതം എന്ന് പറയുന്ന മാർഗവും. പിന്നെ മതത്തിൻ്റെ വക്താക്കളാക്കി പിന്നെ ഇതിനു വേണ്ടി ത്യാഗം നടക്കുന്ന മനുഷ്യരായി തീരരുത്. വളരണം, ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഈ മതത്തിൽ നിന്നെല്ലാം ഒഴിവായി കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പേടകം സാറ്റലൈറ്റിനെ അവിടെ കൊണ്ട് എത്തിക്കണമെങ്കിൽ 2 ഘട്ടം റോക്കറ്റിൽ അവരെ പോയിച്ചോട്ട് പോകും. റോക്കറ്റിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ റോക്കറ്റിനാൽ ബന്ധിക്കപ്പെട്ട ഈ പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് റോക്കറ്റെല്ലാം കരിഞ്ഞു പോയി, ഇത് സെപ്പറേറ്റായിട്ട് അത് തനിച്ച് പറക്കാൻ തുടങ്ങും. അപ്പം നമ്മളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് മതസംഘടനകൾ ആവശ്യമാണ്. പക്ഷേ അത് ഏറ്റവും നല്ല നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഞാനും തിരഞ്ഞെടുത്തു. പക്ഷേ ആ മതസംഘടനയല്ല പ്രധാനം, അവിടുത്തെ മതത്തിൻ്റെ നേതാക്കന്മാരല്ല നമുക്ക് പ്രധാനം. കാരണം ഒരു ISRO-യിലോ നാസയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ ആവശ്യമാണ്. അവരൊരു ചീഫ്, നമുക്കറിയാം, അബ്ദുൽ കലാം, ഇതിനു മുമ്പിരിക്കുന്ന സോമനാഥ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അത് മാത്രം, അതിന് മേളിലുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആരാ? ക്രിസ്തുവും പരിശുദ്ധാത്മാവും. അതാണ് 2 മരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ചില ആളുകൾ ഇതിനകത്ത് ഉപദേശങ്ങൾ കൊടുത്താൽ അവരെ ഒരു പരിധി കൊണ്ട് നിർത്തുകയാണ്. അവരെ മതസംഘടന ഉൾപ്പെടുത്തിയിട്ട് അവരും വളരത്തില്ല, ഇവരും വളരത്തില്ല. അപ്പോൾ സംഘടന ആവശ്യമാണ്, നടത്തിപ്പുകാരാവശ്യമാണ്, ഈ ക്രമീകരണങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ അതൊക്കെ മേളിലേക്ക് പോകേണ്ട ഒരു കൂട്ടരാണ് നമ്മൾ. ഒരു സമയം കഴിയുമ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ പീരീഡ്, അല്ല ഈ റോക്കറ്റിൻ്റെ പീരീഡ് കഴിഞ്ഞ് തനിയെ ക്രിസ്തുവിൽ, അതാണ് അടുത്തത് ഈ ധൂപകൂടം വെളിപ്പെടുത്തുന്നത്. വായിച്ച് 27-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ആദ്യ പാഠം. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാകാരവും കഴിഞ്ഞ് 2-ാമത്തെ സ്ഥലത്തിനും 3-ാമത്തെ സ്ഥലത്തിനും ബോർഡറിൽ വെച്ചിരിക്കുന്നതാണ് ധൂപപീഠം. വായിച്ചേ 30-ന്റെ 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം എക്സോഡസ് 30-ന്റെ 1 മുതൽ വായിക്കാം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാക്കണം, ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ പീഠത്തിന് 5 മുഴം മാറി 1 മുഴമായി. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം വിശാലമായി കിടക്കുകയാണ്. 100 മുഴം നീളവും വീതിയൊക്കെയാണ്. അതാ 100 മുഴം നീളവും 50 മുഴം വീതിയാണല്ലോ സമാഗമന കൂടാരത്തിൻ്റെ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ 20 മുഴം നീളമേ ഉള്ളൂ. 20 മുഴം നീളവും അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ 10 ഇതൊക്കെ നമ്മൾ പുസ്തകമുണ്ട് കേട്ടോ, സമാഗമന കൂടാരത്തിലുള്ള പുസ്തകം വായിച്ചത് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ധൂപപീഠം വായിക്കുമ്പോൾ അളവിൽ വ്യത്യാസമായി. എന്താ വ്യത്യാസം? 5 മുഴം മാറി വായിച്ച് 1 മുഴം നീളവും 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം സമചതുരവും. ഇതാണ് പുതിയ യെരൂശലേമിൽ വായിക്കുമ്പോൾ അതിൻ്റെ സമചതുരം. എങ്ങനെ? പുതിയ യെരൂശലേമിനെ കുറിച്ച് വെളിപ്പാട് 21 വായിക്കുന്നത് നീളവും വീതിയും സമം. നോക്കണം, നീളവും വീതിയും വായിച്ച് 21-ന്റെ
31. അതിൻ്റെ ഒരു അളവുകോൽ കൊണ്ട് അതിനെ അളന്നു, അതിൻ്റെ നീളവും വീതിയും സമം. കണ്ടില്ലേ? എന്നോട് സംസാരിച്ചു വന്ന നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളവുകോൽ കൊണ്ട് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി നോക്കണം, സമചതുരമായി. അപ്പം നീളവും വീതിയും സമം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ആദ്യ പാഠങ്ങളെ വിട്ടിട്ട് പിന്നെ വളർന്നെന്ത് ചെയ്യുന്നു? നമുക്കിപ്പോൾ മെഡിസിൻ ഫീൽഡ് നോക്കിയാൽ, ഞാൻ തൊടുപുഴ ഇരിക്കും, 3 ഡോക്ടർമാർ ആ സമയത്ത് അവിടെ വരുമായിരുന്നു. എന്നെ കാണാനും പ്രാർത്ഥിക്കാനും മീറ്റിങ്ങിനൊക്കെ 3 ഡോക്ടർമാർ. ഒരാൾ MBBSകാരനായിരുന്നു, ഒരാൾ MD അല്ലെങ്കിൽ MS കാരനായിരുന്നു, പിന്നെ MD അല്ല MMSകാരൻ, മൂന്നാമത്തെ ആൾ MCHകാരൻ. 3 ഡോക്ടേഴ്സാണ്. 3 പേരും ഡോക്ടർമാരാണ്. പക്ഷേ 3 പേരും സർട്ടിഫൈഡ് ഡോക്ടേഴ്സ്. പക്ഷേ 3ൻ്റെയും ഗ്രേഡിൽ വ്യത്യാസമുണ്ട്. ഒന്ന് MBBSകാരന് മെഡിസിൻ കൊടുക്കാം, പക്ഷേ ഓപ്പറേഷൻ സാധിക്കുകയില്ല. MBBSകാരൻ പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ അതിന് കട കൊടുക്കേണ്ടി വരും, കാരണം അതിനുള്ള യോഗ്യതയില്ല. MS മാസ്റ്റർ ഓഫ് സർജനായി എടുക്കുന്നതും വേണം ഓപ്പറേഷൻ്റെ ഡയറക്ഷൻ നടക്കാൻ. അപ്പോൾ കത്തി വയ്ക്കണമെങ്കിൽ ആൾ വേണം. സാധാ MBBSകാരനെ കൊണ്ട് ചെയ്യാനൊക്കത്തില്ല. ഇരമ്യാവ് MS എടുത്തവരായിരുന്നു. അതുകൊണ്ടാണ് ജനത്തെ ശരിക്കും കത്തി വെച്ച് മുറിച്ചുകൊണ്ടിരുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ചില ഉപദേശിമാർക്ക് ദൈവാകൃപ കൊടുക്കും, അവർ വരുമ്പോൾ മുറിച്ച് ഈ പറഞ്ഞ പോലെ മുഴയെല്ലാം മാറ്റിക്കളയും. സർജറി അവർക്കുണ്ട്. പണ്ടത്തെ ഉപദേശം അങ്ങനെയല്ല. അയ്യോ ആച്ചാൻ എന്തോ ഒരു സ്നേഹമായിരുന്നു ചോദിച്ചാൽ അദ്ദേഹം സാധാ മെഡിസിൻകാരനാണ്. ചിലപ്പോൾ അടുത്ത ആൾ, ഇപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത ആൾ വരുമ്പോൾ ചിലപ്പോൾ MS-കാരനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചെറിയാങ്കുഞ്ഞ് ഭാഷ എത്രയോ നല്ലതായിട്ട് നിങ്ങൾ നടത്തി, ഒന്നും വഴക്ക് പറയത്തില്ല, കുറ്റം പറയത്തില്ല എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തിന് കത്തിയുണ്ടെന്നേ. അപ്പോൾ അന്നേരം എന്ത് ചെയ്യരുത്, ഇതെന്തോടെ ഇങ്ങനെ. അത് നിങ്ങളിടയ്ക്ക് ചില ക്യാൻസറുകളൊക്കെ പിടിച്ചു. ഏതാ ഈ സ്നേഹം കൂടി മനുഷ്യ സ്നേഹത്തിലെല്ലാം പോയി ക്യാൻസർ കയറി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്, മുഴയൊക്കെ. അപ്പോൾ അതിനുള്ള യോഗ്യതയുള്ളവരെ ഇപ്പോൾ MS-കാരൻ വന്ന് കത്തിവയ്ക്കും. ഇനി ഒരു MCHകാരന് വരുന്ന എന്ത് ചെയ്യും? ഒരു രോഗലക്ഷണം ഇല്ലാത്ത സമയത്ത് തന്നെ പുള്ളി ചികിത്സ ആരംഭിക്കും. മൈക്രോസ് ലെൻസിൽ കൂടെ തനിക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ ചില രോഗങ്ങളെ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഉണ്ടായി തുടങ്ങി. രോഗങ്ങളെ ഉണ്ടാക്കുന്ന ആ രോഗാണുക്കളെ ചികിത്സിക്കാനുള്ള വിദഗ്ധരായിരിക്കും MCHകാരൻ. ഇതുപോലെ ആത്മീയ ഗോളത്തിൽ പൗലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടില്ലേ? പൗലോസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പത്രോസ് പോലും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അവസാനം മരിക്കുന്നതിന് മുമ്പാണ് പത്രോസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഏതാ? നമ്മുടെ സഹോദരനായ പൗലോസും വായിച്ചേ 2 പത്രോസ് 3 അവസാനം വായിക്കുമ്പോൾ, നമ്മുടെ സഹോദരനായ പൗലോസും തനിക്ക് കിട്ടിയ ജ്ഞാനത്താൽ ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിച്ചു. പക്ഷേ നിങ്ങൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞത് ആരുടെയും കുറ്റമല്ല. വായിച്ചേ 3 ലാസ്റ്റ്, നമ്മുടെ സഹോദരനായ പൗലോസും തൻ്റെ ലഭിച്ച ജ്ഞാനത്തിൽ എത്രയാ 15 വാക്യം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങൾക്കും എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. നോക്കണം. അപ്പോൾ പൗലോസിൻ്റെ ഉപദേശമല്ല, പത്രോസ് എല്ലാവരെയും സ്നേഹിച്ചിങ്ങനെ ആ യഹൂദ കൾച്ചർ വിടാതെ ഇനി യഹൂദ പ്രമാണിമാർ പറയുന്നത് കുറെ കേട്ട് നമ്മുടെ VG ശാമുൽ പാസ്റ്ററും KC വോറീസ് പാസ്റ്ററും നമ്മൾ വ്യത്യാസമായിരുന്നു. ഇതാണ് പാസ്റ്റർ VG ശാമുലും പാസ്റ്റർ രണ്ടും അഗ്രഗണ്യന്മാരായിരുന്നു, പക്ഷേ രണ്ടും 2 വ്യത്യാസം. പാസ്റ്റർ VG ശാമുൽ കേരളത്തിൻ്റെ സകല കൾച്ചറും പഠിച്ച മനുഷ്യനായതുകൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളെ എന്ത് ചെയ്തു? വളരെ തന്ത്രപരമായും ബുദ്ധിപരമായിട്ടും അവരെ കൈകാര്യം കൊണ്ടുവരുന്നു. പക്ഷേ പാസ്റ്റർ KC വന്നപ്പോൾ എന്ത് ചെയ്തു? പുള്ളി MS-ഓട് എടുത്ത ആളാണ് ആ കാര്യത്തിൽ. ഇദ്ദേഹം MD-കാരനാണെങ്കിൽ ഇത് MS-ൻ്റെ. അപ്പോൾ പുള്ളി കത്തി ഉപയോഗിക്കാൻ തുടങ്ങി. കൊട്ടാരക്കരക്കാർക്ക് പലർക്കും അത് അംഗീകരിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ കോട്ടയംകാർ മൊത്തം ഏറ്റെടുത്തല്ലോ. ആദ്യം ഏറ്റെടുത്തില്ല, കുറേയെല്ലാം വിട്ടു പോകേണ്ടത്. പക്ഷേ കോട്ടയംകാർ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയ അനുഗ്രഹം കോട്ടയത്തുണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഈ വ്യത്യാസം തിരിച്ചറിയാത്തവർ ചുമ്മാ വെള്ളം ഉണ്ടാക്കും. ഒരു കാര്യം മനസ്സിലാവും. അപ്പം പത്രോസ് പോലും ഇപ്പോൾ അവസാനം ചാകുന്നതിന് മുമ്പ് എഴുതി വെച്ചത്. കാരണം നേരത്തെ പറഞ്ഞാൽ പാരമ്പര്യ യഹൂദന്മാർ പത്രോസിനെ ക്വസ്റ്റ്യൻ ചെയ്യും, അതിനെ നേരിടാനുള്ള ശക്തി പത്രോസിനില്ല. കാരണം പത്രോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. പൗലോസ് ആരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ സകല ന്യായപ്രമാണവും പഠിച്ച 6 കപ്പലിൻ്റെ ഉടമയും പിന്നെ റോമൻ പൗരത്വവും സന്നിധി സംഘത്തിൻ്റെ അംഗവും എന്ന് വേണ്ട റോമൻ കൊട്ടാരത്തിൽ പോലും രാജാവിൻ്റെ അടുത്ത് പോലും ഫ്രീ ആയിട്ട് ചെല്ലാനുള്ള പാസ്സുള്ളവൻ ഈ സത്യത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഇവന്മാരെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ പിന്നെ വേറെ പണിക്ക് പോരുതോ എന്നാ ചോദിച്ചത്. എന്നാൽ പിന്നെ നിങ്ങൾ വേറെ പണിക്ക് പോകും. ഈ യേശുക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ഈ ജനത്തെ യഹൂദന്മാരെ കൾച്ചർ പഠിപ്പിക്കാൻ പോകുന്ന പത്രോസിനോട് കൊടുത്തിട്ട് ഡോസ്.
പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞാലും പൗലോസ് ആത്മാവിൽ പറഞ്ഞു, അത് തെറ്റൊന്നുമല്ല. അത് ഗ്രഹിക്കണം. ഇത് ഈ കാലത്ത് നമ്മളും ഗ്രഹിച്ചു പോയില്ലെങ്കിൽ ജനങ്ങൾ വളർച്ച ഉണ്ടാകത്തില്ല, വേലക്കാർക്കും വളർച്ച ഉണ്ടാകത്തില്ല. അവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മതത്തിൻ്റെ കെട്ടുപാടിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അത് വേണം, പക്ഷെ അതോടൊപ്പം ആത്മാവിൻ്റെ ലീഡിങ്ങിലേക്ക്. അതാണ് എസെക്കിയേൽ 1-ാം അധ്യായം 10-ാം വാക്യമൊക്കെ പാസ്റ്റർ ബോബി നന്നായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ആത്മാവ് പോകേണ്ടിടത്തിൽ അത് പോകും. അപ്പോൾ ആത്മാവ് തുറന്ന് നടത്തിപ്പില്ലേ? അപ്പോൾ മനുഷ്യ നടത്തിപ്പ് ഭൂമിയിലുള്ളപ്പോൾ തന്നെ, ഇപ്പോൾ ഒരു പ്ലെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് ഭൂമിയിൽ പറക്കുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? വീൽ ആവശ്യമാണ്. വീല് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഭൂമിക്ക് വരണമെങ്കിൽ പ്ലെയിൻ വീലേക്ക് ഇറങ്ങും. പക്ഷേ ഇത് ഇവിടുന്ന് പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും? വീലകത്തോടെ കയറിയിരിക്കും. പിന്നീട് പറക്കുന്നത് എയറിലാണ് പറക്കുന്നത്, എയർ കാറ്റ്. ആ എയറി പറക്കുമ്പോഴേ ഈ വീലിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നും എയറി പാർക്കാൻ നോക്കുമോ? നമ്മളൊക്കെ എയർ തന്നെ പാർക്കുന്നുള്ളൂ, ശരീരത്തിലല്ലേ. അപ്പോൾ വരുമ്പം മാനുഷികമായ നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്. അതിനാണ് ചീഫ് പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരൊക്കെ ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷേ അവരും യോഗ്യമായി ചെയ്ത് അതിൻ്റെ അനുഗ്രഹം കിട്ടും. അല്ലെങ്കിൽ പാസ്റ്റർ ആൽവിനെ തട്ടിയതുപോലെ പോകും, അല്ലെങ്കിൽ പാസ്റ്റർ പിന്നൊരു നാൾ പോയതുപോലെ, അല്ലെങ്കിൽ ചില സെൻട്രൽ പാസ്റ്റർമാർ സമയത്തിന് മുമ്പേ നട റോഡിലൊക്കെ അവസാനിച്ച് നമുക്കറിയാമല്ലോ. അതൊക്കെ എൻ്റെ കാരണമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർമാരായാലും വിശ്വാസികളായാലും ശ്രദ്ധിച്ചോണം, നമുക്കിവിടെ ഏറ്റവും പ്രാധാന്യം ക്രിസ്തുവും പരിശുദ്ധാത്മാവാണ്. അതാണ് സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിൽ 2 ഉലുമരങ്ങൾ. അതിന് താഴെയാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞ ഒരു ജനറൽ ബോഡി നടക്കുന്ന സമയത്തിൽ പാസ്റ്റർ കെ സി ഓരീസ്, പാസ്റ്റർ ഡോണ്, പാസ്റ്റർ PM തോമാച്ചാൻ, ഇവർ 3 പേരും ഇരിക്കുന്ന സമയത്തിൽ പാസ്റ്റർ ലാസസ് അപ്പച്ചനാണ് ചീഫ് പാസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ശരി നമ്മളെല്ലാം കൂടി ഇരിക്കുകയല്ലേ, യേശു കർത്താവ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ചാടിയൊക്കെ എഴുന്നേക്കും, എൻ്റെ സീറ്റ് കർത്താവിന് കൊടുക്കും. കാരണം അദ്ദേഹം എന്നെ വെച്ചിരിക്കുക തൻ്റെ പ്രതിനിധിയായിട്ട്, അംബാസഡറായിട്ട്. ഉടനെ പാസ്റ്റർ ഡോൺ എഴുന്നേക്കും, പാസ്റ്റർ PM തോമസിനും എഴുന്നേക്കും. 3 പേരും കസേര ആർക്ക് കൊടുക്കും? അപ്പോൾ ആ വെളിപ്പാട് നഷ്ടപ്പെടരുത്. നമ്മൾ മാത്രമല്ല, ചങ്കിലെ ചോര കൊടുത്തവനായ യേശു ക്രിസ്തുവാണ് ഇപ്പോഴും ഇതിൻ്റെ അധിപനായി ഉലാവിക്കൊടു. ഒത്തുവിളക്കളുടെ മധ്യേ മാറത്ത് പൊൻകച്ചോട്ടവനായ വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, അഗ്നിയാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, ഇന്നും കുമളി സഭ ഉൾപ്പെടെ സകലയിടത്തും വാഴിന്നും നടക്കുന്ന ഒരു വെളിപ്പാട് സകല വേലക്കാർക്കും വിശ്വാസികൾക്കുണ്ടായിരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവാണ് സഭയെ നടത്തുന്നത്. അവർ പോയിട്ടില്ല. ഇത് പരിശുദ്ധാത്മാവ് പോയതുപോലെയാണ് ചിലരുടെയൊക്കെ പോക്കും വരവും. ലോകാവസാനത്തോളം എല്ലാ നാളും, ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസാനമല്ല, ഈ രാജ്യത്തിൻ്റെ ഭൂമിയിലെ അവസാനം വരെയും, ഈ കെട്ടുപണി തീരുന്നിടം വരെ ആത്മാവായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ വിട്ടിട്ട് ആരും പോകരുത്. ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ചാടി എഴുതേക്കരുത്. അഭിപ്രായം പറയുന്നതിന് മുമ്പ്, ദൈവമേ നിൻ്റെ ആലോചന എന്താണ്, ഇവിടെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? യഹോശാഫാത്തിന് നേരെ 3 ശക്തികൾ വന്നു. അത് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. വന്നപ്പോൾ അവരെന്ത് ചെയ്തു? എതിർക്കാൻ ശക്തി. ഒരു ദൈവത്തോട് ആലോചന ചോദിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തിന് ആലോചന വരും. അല്ലാതെ കൈകാൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പോലെ കൈകാൽ കാണിച്ച് ബഹളം ഉണ്ടാക്കി ഈ രാഷ്ട്രീയത്തിൻ്റെ ആത്മാവൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളീ പലർക്കും ഈ രാഷ്ട്രീയക്കാരുടെ ആത്മാവും ജാതിയുടെ ആത്മാവും ഭാഷ ആത്മാവും പോകാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ചില വിഷയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മുട്ടുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ അവർ കാത്തിരുന്ന് ദൈവത്തിൻ്റെ സമയത്തിന് കൊടുക്കും. അപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. അതുകൊണ്ട് ആരെങ്കിലും ചൂട് കയറി പറയുന്നത് വിചാരിച്ചോണ്ട് അവന് വാഴുന്ന മറ്റേ ആത്മാവാണ്. അവൻ ബെന്തിക്കോസ് ഒന്ന് വെള്ളയിട്ടെങ്കിലും മീശ പഠിച്ചെങ്കിലും പഴയ സ്പിരിറ്റ് പോയിട്ടില്ല. ഞാനൊക്കെ ഇതിനകത്തൊന്ന് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലും ആയത് എനിക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ വേറെ ആരും പറയണ്ടല്ലോ. വെള്ള ജുബായിട്ടുകൊണ്ട് ചെറിയാകുഞ്ഞ് ദൈവത്തിൻ്റെ പ്ലാനിലാകും ഇല്ല. എത്രയോ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴെങ്കിലും ആയത്. ഇനി കുറച്ചുകൂടെ ആകാറുണ്ട്. അതുകൊണ്ട് ആയിക്കഴിഞ്ഞെങ്കിലേ അങ്ങോട്ട് വിളിക്കത്തുള്ളൂ. അല്ലാതെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചിന്തിച്ചോണം. 40 വർഷമായി 45 വർഷമായിട്ട് എന്തോ കാര്യം? യേശു ക്രിസ്തു 3.5 വർഷത്തിൽ വേല ചെയ്ത് തീർത്തെങ്കിൽ നമ്മൾ 45 വർഷമായിട്ട് ഇതുവരെ തീർന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ എടുക്കാവൂ. അപ്പോൾ ഈ പറഞ്ഞ് വെറുതെ പത്രാസ് കാണിച്ച് പോകരുത്, TPM-കാർ ഉൾപ്പെടെ. അവസാനം എല്ലാവരും കുഴഞ്ഞു പോകും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. 2 ഉലുമരച്ചെന്ന് വീഴുന്നതാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സഭാകൂടാരത്തിലും ശലോമോൻ്റെ ആലയത്തിലും വിളക്ക് കത്തിക്കുന്ന പുരോഹിതന്മാരാണെങ്കിൽ എണ്ണയൊഴിച്ച് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കണം. പക്ഷേ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഷെഖേനയാണ്. ഇന്നൊരർത്ഥം പറഞ്ഞാൽ പ്രാകാരത്തിൽ സൂര്യൻ്റെ വെളിച്ചം, കേട്ടോ, പ്രാകാരത്തിൽ സൂര്യൻ്റെ വെളിച്ചം വരുന്നു, നാച്ചുറൽ ലൈറ്റ്. വിശുദ്ധ സ്ഥലത്തിൽ പുരോഹിതന്മാർ കത്തിക്കുന്ന വിളക്ക് 2-ാം കാലത്തിൽ 2-ാം സ്റ്റേജിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും നടത്തിപ്പുകാരും ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകർ നിങ്ങൾ വെളിച്ചം തരുന്നെങ്കിൽ 3-ാം ഘട്ടത്തിൽ വരുമ്പോൾ
അവിടെ ദൈവ തേജസ് അവിടെ പ്രദർശിപ്പിക്കേണ്ടത്. അവിടെ ഞങ്ങൾക്കാർക്ക് റോളില്ലെന്ന് ഓർത്തോണം. ഇത് വേലക്കാരും ഓർത്തോണം. നമ്മുടെ എല്ലാ പ്രവൃത്തിയും രണ്ടാം ഘട്ടത്തോട് തീരും. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒലിവുമരത്തിൽ നിന്ന് വീഴുന്ന എണ്ണ കൊണ്ട് വേണം സക്കറിയ 4-ാം അധ്യായത്തിൽ കാണുന്ന ഈ 2 ഒലിവുമരം, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ 2025 ജനുവരി മാസത്തെ മാസികയിൽ, വോയിസ് ഓഫ് പെന്റിക്കോസ്റ്റ് മാസികയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മാസികയിൽ ഈ വിഷയം അടിച്ചു വരുന്നത്. 94-ൽ പാസ്റ്റർ ജോയിച്ചായനോടിരിക്കുമ്പോൾ ചീഫ് പാസ്റ്റർ അനുവാദത്തോടി ഞാൻ അയച്ചു കൊടുത്ത ഈ വിഷയം അതേ സമാഗമ കൂടാരത്തിന് 186-ാമത്തെ പേജിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ പലർക്കും ഇതറിയാമെങ്കിലും അതൊരു ഓർഡറിൽ കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓർത്തണം, 3-ാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ ഈ സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിൽ ഒരു വെളിച്ചം ആവശ്യമുള്ള ദൈവം തമ്പുരാൻ്റെ വെളിച്ചമാണ്. അല്ലെങ്കിൽ ഒരു വിളക്ക് പ്രകാശിപ്പിക്കേണ്ട പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവിൻ്റെ ആത്മാവുമാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത്. അത് എല്ലാ വേലക്കാരും വിശ്വാസം. അവിടെ പിന്നെ വേലക്കാർക്ക് റോളൊന്നുമില്ല. അത് വേലക്കാർ ആദ്യം മനസ്സിലാക്കണം. അല്ല ഞങ്ങളാണ് എല്ലാവരും പിടിച്ച് പൂർണ്ണപ്പെടുത്തി കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, പൗലോസിൻ്റെ ഓരോ ലേഖനത്തിൽ അവസാനം പറയും നിങ്ങളുടെ കണ്ണ് പ്രകാശിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ലേഖനത്തിലും. അതിൻ്റെ അർത്ഥം ആ ഘട്ടത്തിൽ ദൈവം തമ്പുരാൻ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ അതിന് മേളിലൊന്നും വരരുത്. മൈക്കിളാഞ്ചലോ തൻ്റെ അസിസ്റ്റൻ്റ് ആർട്ടിസ്റ്റുകളെ കൊണ്ടെല്ലാം പടം വരച്ചാലും ഈ ലാസ്റ്റ് സപ്പർ, യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ടുള്ള ലാസ്റ്റ് സപ്പർ 12-13 പേരുടെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ വായിച്ച ഓർമ്മത്തിനത് എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ കണ്ണുകൾ താനാണ് അവസാനം ഫൈനലൈസ് ചെയ്യുന്നത്. യേശുവിൻ്റെ കണ്ണ് വരച്ചു കൊടുത്തത് മൈക്കിളാഞ്ചലോ തന്നെയാണ്. കാരണം എങ്കിലേ അത് അതിൻ്റെ തനിക്ക് പെർഫെക്ഷൻ വരത്തുള്ളൂ. മാത്രമല്ല, താൻ ചെന്ന് നോക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന കാസ എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ട് തൻ്റെ അസിസ്റ്റൻ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. തൻ്റെ കൂടെ വന്ന മറ്റൊരു ചീഫ് ആർട്ടിസ്റ്റ് വേറൊരാൾ വന്ന് ഇത് കാണാൻ വന്നപ്പോൾ താൻ ആ പടം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് നോക്കണം, വളരെ മനോഹരമായിട്ട് ആ ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്, അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്തത് ഈ കാസയാണെന്ന് പറഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്നു പറഞ്ഞു. ഉടനെ ഡാവിഞ്ചി, മൈക്കിളാഞ്ചലോ അല്ല കേട്ടോ, ഡാവിഞ്ചി, സോറി. ഉടനെ ഈ ഡാവിഞ്ചി എന്ത് ചെയ്തു? ഒരു ബ്രഷ് എടുത്തിട്ട് ആ കാസ അടിച്ച് കളഞ്ഞു. ഈ മറ്റേ ആർട്ടിസ്റ്റുകാർ എന്തുമായി കാണിക്കുന്നു ചോദിച്ചു. ഇത് പ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. ഇത്രയും മനോഹരമായ കാസ നിങ്ങൾ, എൻ്റെ ഈ പടത്തിൽ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിനും മുഖ്യസ്ഥം വരാൻ പാടില്ല. നോക്കണം, ഇവിടെ കാസായല്ല വെളിപ്പെടേണ്ടത്, യേശുവാണ്. ആ കാസ അടിച്ച് കളഞ്ഞു. പിന്നെ പല പടത്തിലും അതിൽ കാണാനില്ല. എന്നാലത് വരച്ചതൊക്കെ ഉണ്ട്, പിന്നീട് വരച്ചതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സംഘടനയോ പ്രസ്ഥാനമോ എന്തും നടക്കട്ടെ, അതൊക്കെ വേണം. പക്ഷേ ഇവിടെ യേശു അല്ലാതെ മറ്റൊന്നിനും പ്രമോഷൻ കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങൾ ഇത് വിഗ്രഹാരാധികളായിട്ട് മാറും. അത് വിശുദ്ധന്മാരായാലും വിശുദ്ധമതികളായാലും പിള്ളേരായാലും കൊച്ചുമക്കളായാലും. ചിലർ കൊച്ചുമക്കളോട് അമിത സ്നേഹമാണ്, അവരെ വാത്സല്യച്ച് നരകത്ത് വിടും. അങ്ങനെ പോകരുത്. എന്നെക്കാളധികം മറ്റൊന്നിനെയും പ്രിയപ്പെടും. എൻ്റെ അർത്ഥം താൻ സ്വാർത്ഥമുള്ളതായിട്ടല്ല, തന്നെ എത്ര പ്രശംസിച്ചാലും ആ സ്വഭാവം നമ്മളിൽ വരുന്നതല്ലാതെ ദോഷം വരികയില്ല. അപ്പം ധൂപപീഠത്തിൽ നോക്കണം, ഇവിടെ സാളോസ് അല്ലെങ്കിൽ മീബൽ പക്ഷികൾ ധൂപപീഠം വായിച്ചു വിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരവും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ മീവൽ പക്ഷിക്ക് കൂടെന്ന് എഴുതി നെക്സ്റ്റ് മറ്റൊരു ഹൗസ്. അപ്പോൾ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ് കേട്ടോ. ഈ രക്ഷിക്കപ്പെട്ട സംഘങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ സഭയെന്ന് പറയുന്നത്. അത് ഹൗസ് ഓഫ് ഗോഡ്. പക്ഷെ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ധൂപപീഠത്തിൽ കൊണ്ടുപോയി തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ തലമുറയ്ക്ക് ഒരു കൂടുണ്ടാക്കുകയാണ്. നെക്സ്റ്റ് എന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. എന്താ വീടും കൂടും തമ്മിൽ വ്യത്യാസം? വീടും കൂടും തമ്മിൽ വ്യത്യാസം എന്താ പറ? നിങ്ങളുടെ വീട്ടിൽ വീടുണ്ട്, പക്ഷെ കൂടെന്താ? നിങ്ങളുടെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും നിങ്ങളുടെ ആ പേഴ്സണൽ ലൈഫിൽ ഒരു പരിധിവരെ ഒരു കൂട് വരും. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. യേശുക്രിസ്തു പറയുന്നു എന്താ? കുഴിതരിക്ക് കുഴിയും പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ നോക്കണം കുഴിനരിക്ക്
കുഴിയും പറവയ്ക്ക് കൂടും. അപ്പോൾ പറവ കൂടുണ്ടാക്കുന്ന എപ്പോഴാണ്? പറ. ഏതെങ്കിലും പക്ഷി രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കൂടുണ്ടാക്കി താമസിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ഏതെങ്കിലും പക്ഷിയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ ശേഖരത്തിലിരിക്കും, രാവിലെ പറന്നു പോവുകയും ചെയ്യും. മിക്കവാറും ഇല്ലാതെ തന്നെ ഒരു പക്ഷികളും തങ്ങളുടെ വിശ്രാമത്തിന് വേണ്ടി വീടുണ്ടാക്കുന്നില്ല. പക്ഷേ കുരുവി വീടുണ്ടാക്കുകയാണ്, താമസിക്കാൻ വേണ്ടി കുരുവി. കാരണം അത് അത്രയേ ഉള്ളൂ, ബലഹീനമായ ജാതി. അത് ഈ പ്രകൃതിയുടെ ഇതിലെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അതിന് കൂട് ആവശ്യമായിരിക്കും. പക്ഷേ തകയിലാങ്കുരി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ. അതാണ് എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കയില്ല. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ആ അധിവാസം, അതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ അധിവാസത്തിൽ ഇനി നമ്മുടെ വീടായിട്ടല്ല കൂടായിട്ട് മാറുകയാണ്. കൂടെന്ന് പറയുന്ന ആരാ? ഒരു ഭാര്യാപത്ര ബന്ധത്തെ കൂടെ കാണിക്കുകയാണ്, മണവാളനും മണവാട്ടിയും. അതാണ് ഇവിടെ വായിക്കുന്ന സമം, ക്രിസ്തുവിന് സമം. ക്രിസ്തുവിൻ്റെ മണവാട്ടി ക്രിസ്തുവിന് സമമായി മാറുകയാണ്. അവൻ്റെ സദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നു. ഇതൊക്കെ ഒരുപാട് വിവരിക്കേണ്ട കാര്യങ്ങളാണ്. അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം പങ്കുള്ളവരായിത്തീരുന്നു. 2 പത്രോസ് 1:4 വായിക്കുമ്പോൾ നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തോട്, വി ആർ ദി പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. ആ ഡിവൈൻ നേച്ചറിനെയാണ് ഈ ധൂപപീഠം കാണിക്കുന്നത്. മറ്റത് രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്ന പ്രാകാരം, അത് സഭയുടെ കൂട്ടായ്മ. അപ്പോൾ ഏത് പെന്തിക്കോസ്ത് സഭയായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൗസ് ഓഫ് ഗോഡ് വരുന്നുണ്ട്. പക്ഷേ ധൂപപീഠത്തിൽ കൂട്ടിലേക്ക് വരണമെങ്കിൽ ഇനിയും താണ്ടണം, പരിജ്ഞാനപൂർത്തിയിലേക്ക് പോകണം. അത് മറ്റ് ക്രിസ്ത്യാനികൾക്ക് പലർക്കും അറിയത്തില്ല. മറ്റ് പെന്തിക്കോസ്തുകാർ ഒരു കാലത്ത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എല്ലാവരും നിർത്തി. രക്ഷയുടെ അനുഭവം പ്രാപിച്ച് എല്ലാവരും അങ്ങ് പോകുന്നതാണ്. പോകും, പക്ഷേ 3 ഘട്ടമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേമിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ 2 കെരൂബുകളുടെ മധ്യേ കൃപാസനമുണ്ട്. ആ കൃപാസനത്തിലാണ് ദൈവത്തിൻ്റെ തേജസ്സനം. ആ സഭയെ കാണിക്കുന്നു. അതിൽ തന്നെ 2 കെരൂബുകളുണ്ട്. ആ കൃപാസനത്തിൽ വസിക്കുന്ന കെരൂബുകൾ അതെങ്ങനെ പണിയേണ്ടത്? ആ കൃപാസനത്തിൽ തന്നെ അത് അടിപ്പണിയായിട്ട് 25-ാം തീയതി കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ ആ കൃപാസനത്തിൽ പോയി ഒട്ടിക്കുകയല്ല, ആ കൃപാസനത്തിൽ നിന്ന് തന്നെ പണിയുന്ന കെരൂബുകൾ. അത് ശുശ്രൂഷക്കാരെ കാണിക്കുകയാണ്. പെട്ടകം സഭയും ഈ പറഞ്ഞ പോലെ കെരൂബുകൾ ശുശ്രൂഷകരെയും കാണിക്കുകയാണ്. അതുതന്നെയാണ് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം വായിക്കുമ്പോൾ 4 മുഖങ്ങളിൽ ഒന്ന് കാളമുഖമാണ്. അവിടെ കാണുന്ന 4 മുഖങ്ങളിൽ ഒന്ന് കാളമുഖമാണെങ്കിലും പിന്നീട് വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാളമുഖം മാറി കെരൂബിൻ്റെ മുഖം വരികയാണ്. കെരൂബിൻ്റെ മുഖം ദൂതന്മാരെ പോലെ, നിങ്ങൾ നിത്യതേജസ്സിൽ ദൂതന്മാരെ പോലെ ആവും പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇന്നിവിടെ ദാസന്മാരെ പോലെ, കാളകളെപ്പോലെ ദാസ്യവൃത്തി ചെയ്യുകയാണ്. അതാണ് എൻ്റെ നുഖമേറ്റ്. അപ്പം നുഖത്തിൻ കീഴ് വില, ഇൻഡിപെൻഡൻറ്റ് വേല അല്ലത്. ആൾക്കാർ ഒരു ഇതാണ് ഇൻഡിപെൻഡൻറ്റ് വേല ചെയ്യാം, തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് നുഖത്തിൻ കീഴിലാണ്. ഒരു നുഖത്തിൻ കീഴിൽ പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു നടത്തിപ്പിന് വിധേയപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം എല്ലാം നടത്തിപ്പിനെ ആലോചിച്ച് പോകുന്നൊരു കാരണം ആ നുഖമുള്ളതുകൊണ്ടാണ്. ആ നുഖം ഒരു സുഖമാണ്. ഇരമ്യാൽ വായിക്കുമ്പോൾ ചിലർ നുഖം പൊട്ടിച്ചു കളയുന്നുണ്ട്. 2:20. ആ, ഇരമ്യാ 2:20 വായിച്ച്. പണ്ട് തന്നെ നീ നുകം തകർത്ത് നിന്റെ കയർ പൊട്ടിച്ച്, നുഖം തകർത്ത് നിന്റെ കയറ് പൊട്ടിച്ച് ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന്. ഞാൻ അടിമവേല ചെയ്യില്ല. ഇത് അടിമവേലയാണ്. TPM വേല അടിമവേലയാന്ന് പറയത്തില്ലേ? എത്ര ബുദ്ധിയില്ലാതെ ഓരോന്ന് എഴുതിയിട്ട് ഇത് TPM വേല. അടിമ ഞങ്ങൾ എന്തിനാ സമുദായത്തിൽ ഇവിടെ കിടക്കേണ്ട ആവശ്യം? ഈ അടിമത്തത്തിനൊരു സുഖമുണ്ട്. നിങ്ങൾ കാണുന്നില്ലോ, ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കത്തില്ലേ? നായ്ക്കളാണ്, നല്ല നായ്ക്കളുണ്ട്, നല്ല പട്ടികൾ. ഇപ്പോൾ നാളൊക്കെ ഇവിടെ വന്നില്ലേ? പക്ഷേ അതിന് പരിജ്ഞാനം കാണത്തില്ല. അല്ലെങ്കിൽ അഴിച്ചുവിട്ട കാളകളെ നോക്കിയേ, അത് പോകുന്നിടത്തെല്ലാം തിന്നും, അടിയും കിട്ടും, വഴി കിട്ടും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും തിന്നാം. ഒരു അഴിച്ചുവിട്ട കാളയ്ക്കോ പട്ടിക്കോ എന്ത് കണ്ടാലും തിന്നാം, എപ്പോൾ വേണമെങ്കിലും തിന്നാം. പക്ഷേ വീട്ടിൽ വളർത്തുന്ന ഒരു ചട്ടക്കൂടെ വളർത്തുന്ന ഒരു പട്ടിയോ ഒരു പശുവിന് അതെന്ത് ചെയ്യും? അതിന് കൃത്യസമയത്ത് ഫുള്ള് ഭക്ഷണം കൊടുക്കും. അത് ബോധിക്കുന്ന സമയം തിന്നാനൊക്കത്തില്ല. അതിനെ കൂട്ടിക്കെടുത്ത് അതിനെ കുളിപ്പി എല്ലാം സംരക്ഷണം ചെയ്യുന്നുണ്ട്. ആ പട്ടിയോട് ഇണങ്ങി അവരുമായിട്ടൊരു സൗഹാർദ്ദത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 വിധത്തിൽ വളരാം. കെട്ടഴിച്ചു വിട്ട് ഇതിനേയും പോവാം. കെട്ടപ്പെട്ട ജീവിതം, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നുഖം ഏറ്റെന്നോട് പഠിപ്പിൻ, ഞാൻ സൗമ്യതയും താഴ്മയും. എല്ലാ TPM ആരുടെയും ചീപ്പാസ് ഉൾപ്പെടെ എല്ലാം ഇതുപോലല്ലേ? ഞങ്ങളെല്ലാം ചീപ്പാസ് വലിക്കോട്ടെ, എല്ലാവരും തന്നെയാണ്. പക്ഷേ ചിലർ നുഖം പൊട്ടിച്ച് കളയുന്നുണ്ട്,
ചിലർക്ക് ഇത് അടിമത്തനം പോലെ തോന്നുക. ഇതൊന്നും അടിമത്തനമല്ല. ഞാൻ 44 വർഷമായിട്ട് ഇതൊരു അടിമത്തനമായിട്ട് തോന്നിയിട്ടില്ലല്ലോ. എൻ്റേതായ ചില ക്രമക്കേടുകളുണ്ടോ അല്ലെങ്കിൽ ബുദ്ധികേടുകളുണ്ടോ, ചില ഇത് പ്രയാസമൊന്നും അല്ലാതെ നടത്തിപ്പിൽ നമുക്കൊട്ട് പറയാനില്ല. പിന്നെ വ്യക്തികളല്ല, ഞങ്ങളെപ്പോലെ പല കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നവരായതുകൊണ്ട് ഞങ്ങളുടേതായ തനിഗുണങ്ങൾ ചിലപ്പോൾ വെളിപ്പെടും. അതിവിടെ വന്ന് മുട്ടി കുറേ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ശരിയാകാത്തവൻ വെളിയിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിതൊരു അടിമത്തരമായിട്ട് തോന്നിയിട്ടില്ല. ആ അടിമമുഖത്തിൽ പോകുമ്പോഴാണ് നമുക്ക് വലിയ ഒരു കെട്ടുപാടും ഡിസിപ്ലിനും ഉണ്ടാകും. പിന്നെ നമുക്ക് വേണ്ടിയെല്ലാം ദൈവം കരുതിക്കോളും. ഇല്ലേ, അവൻ നമുക്ക് വേണ്ടി കരുതുന്നയാകയാൽ എല്ലാ വ്യാകുലങ്ങളും ഇല്ലാതെ ജീവിക്കാൻ നമ്മൾ പാടില്ലേ. അവൻ പരത്തിൽ നമുക്ക് വേണ്ടിയെല്ലാം കരുതുകയാണ്. അപ്പോൾ കരുതുന്നൊരു ദൈവം. അപ്പോൾ ഈ വെളിപ്പാടുള്ളവർക്ക് മാത്രമേ TPM മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലാത്തൊരു സ്വതന്ത്രക്കാരൻ പോകണം അമേരിക്കയ്ക്ക് പോയി, ഇതാണോ ദൈവരാജ്യം? ഒരു പാസ്റ്റർക്ക് പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഈ ബൈബിൾ എടുത്തതിന് ശേഷം 7 പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയി. അതേ ഭാഷ എൻ്റെ കൂടെ ഓപ്പൺ എയർ മീറ്റിംഗ് പ്രസംഗിച്ചു, അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനോട് മാപ്പ് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ആലപ്പുഴയിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ചു, ജോർജ് സാർ പ്രസംഗിച്ച, പാസ്റ്റർ ജോർജ്. ഞാൻ ചിരിച്ചു. കാരണം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ, ഞാൻ 7 പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയി. പ്രസംഗത്തിൽ പറഞ്ഞെന്താ, അമേരിക്ക ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ, അപ്പോൾ അമേരിക്കയിൽ പോകുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സുഖം. അല്ലെങ്കിൽ ഞാൻ 7 പ്രാവശ്യം ലോകം മുഴുവൻ കറങ്ങി. ഈ ബൈബിൾ എടുത്തുകൊണ്ട് 5 കാറ് എനിക്കുണ്ട്. ഒരാൾ പറഞ്ഞു 5 കാറുണ്ട്, 3 വീട്. ആ പൊട്ടൻ ഏതെങ്കിലും വിളിച്ചു പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരെത്തൊന്നും പറയാതിരിക്കുന്നില്ലയോ. അപ്പോൾ ഇതൊക്കെയാണ് ചിലരുടെ ദൈവരാജ്യത്തിൻ്റെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഈ ബൈബിൾ നീ സ്വർഗത്തിൽ പോകാൻ നിൻ്റെ ക്യാരക്ടർ ഫോർമേഷനാണ് ഇവിടെ ആവശ്യം. അത് നുഖത്തിന് കീഴിൽ പോകണം. നുഖത്തിന് കീഴിൽ പോകാത്ത എന്ത് ചെയ്യും? ഇതേണ്ട കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു പട്ടി വന്നു, ബെൽറ്റൊക്കെ ഇട്ട് നല്ല സ്നേഹമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ അതിനെ വിളിച്ചടുപ്പിച്ചാൽ, അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചുകൂടെ കയറി ഞങ്ങളുടെ തിണ്ണയിൽ ഈ നമ്മുടെ ഗ്രാനൈറ്റ് ഇട്ട തിണ്ണയിൽ കയറി കിടന്നു. രാവിലെ വരുമ്പോൾ 1, 2, 3 ഒക്കെ അവിടെ കഴുകി വെച്ചിരിക്കുക. പിന്നെ മദറെല്ലാം അവിടെ കഴിയുന്നതാണ്. അപ്പോൾ പരിചാനമുള്ള പട്ടിയാണ്, അതിനറിയാം. അതിനെ ഡിസിപ്ലിൻ കൊടുത്തെങ്കിൽ അതിനറിയാം എവിടെ പോയി. പട്ടിയുടെ കുഴപ്പമില്ല, അതിനുള്ള പരിജ്ഞാനമില്ല. പരിജ്ഞാനമുള്ള പട്ടിയാണെങ്കിൽ അതിനറിയാം എവിടെ പോയി കാക്ഷിക്കണം. അതിനെ അഴിച്ചുവിടുമ്പോൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കെട്ടുപാടിൽ ജീവിക്കുമ്പോൾ ആ ഡിസിപ്ലിൻ വളരണം. ആ ഡിസിപ്ലിനാണ് ഞാൻ റോമൻ കാത്തലിക്സ് കണ്ടു, TPM കണ്ടു. മറ്റൊരിടത്തും അത്രയില്ല. ആര് പിണങ്ങിയാലും കുഴപ്പമില്ല. ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ ആ ഡിസിപ്ലിൻ ശരിക്കും കണ്ടു. അതിൻ്റെ മറ്റൊരു ഡിസിപ്ലിൻ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള കന്നുകാലികളായിട്ടും ലോകത്തിൽ ഇങ്ങനെ തല്ലിപ്പുള്ളികളായിട്ട് ജീവിച്ചു പോകുന്നവന്മാർ ഇതൊക്കെ ഒന്ന് പരിചയിച്ച് പോകണമെങ്കിൽ കുറേ മെനക്കെടും. അത് മെനക്കെട് നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ ജീവിച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ, ഇത് കൊള്ളാവുന്നിടത്തൊന്നും കൊണ്ടിരുന്നില്ലല്ലോ. എല്ലാ തല്ലിപ്പുള്ളികളെയും സമ്മിശ്രത്തിനെ എല്ലാം പിടിച്ചിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ദൈവം വിശുദ്ധരും നിഷ്കളങ്കരാക്കി തീർക്കുകയാണ്. കുറേ പേരാകും. കുറേ പേര് പഴയ ഗുണം കാണിച്ചവർ പോകും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി സമയത്തിന് ചത്തുപോകും. അതൊന്നും വിഷയമല്ല. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനം. അപ്പം ധൂപപീഠം അത് ക്രിസ്തുവിന് സമം. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട്, ആ സ്വഭാവത്തെയാണ് ഈ ധൂപപീഠം വെളിപ്പെടുത്തുന്നത്. വായിച്ച് 2 പത്രോസ് 1:4. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അടുത്ത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. അപ്പോൾ ആ ധൂപപീഠത്തിൽ ഈ ദിവ്യ സ്വഭാവം നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഏതാ? സാക്രിഫൈസ് മൈൻഡ്. നാം നമുക്കായിട്ടല്ല മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുന്നു. ഈ വെളിപ്പാട് TPM വിശ്വാസികൾക്കുണ്ടോ? അതോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സ്വന്തത്തിനും വേണ്ടി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. വേലക്കാർ തങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനും സെൻട്രൽ പാസ് ആകാനും തങ്ങളെ പരിവാരങ്ങളോട് ജീവിക്കാനും നിൻ്റെ ആഗ്രഹമെങ്കിൽ നീ ഒന്നും എത്തിയിട്ടില്ല. കാരണം ഈ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന എന്താ? ധൂപം. അവിടെ ശബ്ദമൊന്നുമില്ല, സൈലൻ്റായിട്ട് ധൂപവർഗ്ഗം വിട്ട് അവിടെ ഇങ്ങനെ ധൂപം പോഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്ന് ദൈവേഷ്ടം ചെയ്തുകൊണ്ട് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകും. അതാണ് വെളിപ്പാട് ദിവസം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയും വിശുദ്ധന്മാരുടെ ധൂപവർഗ്ഗം. 4-ാം വാക്യമാണോ? 8-ന്റെ വെളിപ്പാട് പുസ്തകം 4-ാം വാക്യം. ധൂപവർഗ്ഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക്, സെക്കൻഡറി ലൈഫിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്കായിട്ടല്ല ജീവിക്കുന്നത്. വിശ്വാസികളെ, വേലക്കാരെ ശ്രദ്ധിച്ചോണം. നമ്മുടെ പ്രമോഷനും നമ്മുടെ യോഗ്യതയ്ക്കും വേണ്ടിയല്ല ഇനി ജീവിക്കുന്നത്. അവിടെ യാഗപീഠം പോലല്ല. യാഗപീഠം എപ്പോഴും കഴിയും നല്ല വൃത്തിയായി. ഇത് ധൂപപീഠം പിടിച്ച് ചിലപ്പം കരിവാളിപ്പ് വീഴും, മുഖത്തിൻ്റെ ഷേപ്പ് മാറും, ശരീരത്തിൻ്റെ ഒരു ഘടന മാറും. പക്ഷേ എങ്കിലും ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. അതാണ് സെരുബാബൻ്റെ ആലയം.
ശലോമോൻ്റെ ആലയം കണ്ടിട്ട് സെരുബാബിൻ്റെ ആലയം കാണുന്നവരെന്ത് പറയും? യോ, ഇതാണോ ആലയം, എന്ത് പറ്റി? അവിടെ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇപ്പോൾ കണ്ടിട്ട് ഏതുമില്ലാതെ പോലെ തോന്നുന്നോ, 2:3 തോന്നുന്നല്ലേ, ഹഗായി 2:3. ഇപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഏതുമില്ലാതെ പോലെ തോന്നുന്നോ? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു, ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അവസാനം വരുമ്പോൾ നമ്മുടെ ഷേപ്പെല്ലാം മാറും. പാസ്റ്റർ ടി യു തോമസ് നമുക്കറിയാം, മദ്രാസ് 2000 വരുമ്പോൾ എത്ര നല്ല ഫേസ് കട്ടായിരുന്നു. 2005 വന്നപ്പോൾ പല്ലെല്ലാം പോയി, വേറൊരു മുഖം ഇല്ല. പക്ഷേ അന്നത്തേക്കാൾ തേജസ് വർദ്ധിച്ച് താൻ അക്കരയ്ക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു പ്രാസംഗികനായ പാസ്റ്റർ ചെറുപ്പക്കാരൻ രോഗിയായി പ്രയാസപ്പെട്ട് തൻ്റെ കവളെല്ലാം ചുട്ടി താടിയും വളർന്ന് പകുതി നരയെ കണ്ടപ്പോൾ തനിക്ക് ആകെ വിഷമമായി. രോഗവും കഷ്ടമല്ല, അയ്യോ എന്നെ കാണാൻ വരുന്നവർ ഈ പരുവത്തിൽ കാണണമല്ലോ. ഉടനെ പുള്ളി ആ രോഗക്കിടക്കെ വെച്ച് ഷേവ് ചെയ്യാൻ പറഞ്ഞു, ഇച്ചിരി സുന്ദരനാകാൻ. ഞാനപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഉടനെ കോഴിക്കോട് നിന്ന് ബാബു പാസ്റ്റർ വിളിച്ച്, നീ എന്ത് പൊട്ടത്തരവാണെ കാണിക്കുന്നത് ചോദിച്ചു. എന്നെ ഇപ്പോൾ ആര് പെണ്ണ് കാണാൻ വരികയാണോ എന്ന് ചോദിച്ചു. നീ ഒരു ഉപദേശമില്ലായിരുന്നു, നീ അതിപ്പോൾ പഠിക്കാൻ പറ്റും, രോഗം കഴിഞ്ഞിട്ട് പഠിക്കാൻ വഴക്കുറന്നുണ്ട്. അപ്പം ചിലർക്ക് നിങ്ങളുടെ ശരീരത്തെയും മേനി കൊഴിപ്പിക്കുന്ന പരിപാടികളാണ് വിഷയം. അപ്പം 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസായി തീരുക എന്നുള്ള വെളിപ്പാടിലേക്ക് വരുന്നു. ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചതുപോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വായിച്ച് എഫേസ്യർ 5:1. ഈ വെളിപ്പാട് വേലക്കാർക്കും വിശ്വാസികളും അവസാനത്തിൽ കിട്ടിയില്ലെങ്കിൽ ഒരു സിയോനിലും പോകത്തില്ല കേട്ടോ. ഒരൊറ്റ വേലക്കാരും ഈ വെളിപ്പാടിൽ ഒന്ന് സ്വഭാവത്തിൽ പൂർണ്ണമാകണം, ഒന്ന് മിനിസ്ട്രിയിൽ മറ്റുള്ളവർക്കായി തന്നെ അർപ്പണം ചെയ്യുന്നവരായി തീരണം. ഇത് വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. പുതിയ യേശുവിലേക്കുന്ന വിശ്വാസികൾക്ക് ഇതേ റൂൾ തന്നെയാണ്. ചില വിശ്വാസികൾ വിചാരിക്കുന്നത് വേലക്കാരെല്ലാം കറക്റ്റായിരിക്കണം, ഞങ്ങൾക്ക് തോന്നിയ വാസം എങ്ങനെ ജീവിക്കാം, ഞങ്ങൾ കർത്താവിന് പോകുന്നു ചിന്തിക്കരുത്. പ്രമാണം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. വായിക്കാം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. എഫേസ്യർ 5:1 വായിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി സൗരഭ്യവാസന പരത്തുന്നവരായി. എങ്ങനെ സൗരഭ്യം? നമ്മൾ ഒരു കുന്തിരിക്കം അതിങ്ങനെ എരിയും തോറും സൗരഭ്യം വരും. മനസ്സിലാകുന്നു? കുന്തിരിക്കം സൗരഭ്യം കൊടുക്കണമെങ്കിൽ അത് തീക്കകത്തിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ വെളിപ്പാടിലേക്ക് വരുന്ന വിശ്വാസികളും വേലക്കാരും മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയാകത്തുള്ളൂ. അല്ല TPM വന്നുകൊണ്ടോ 45 വർഷം സെൻട്രൽ പാസ് ആയതുകൊണ്ടോ 45 വർഷം വേല ചെയ്തുകൊണ്ടോ സെൻട്രൽ മദർ ആയതുകൊണ്ടോ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കുറച്ചാളിങ്ങനെ സഭയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് വേണ്ടിയല്ലല്ലോ ജീവിച്ച്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം വന്നോ ശത്രുക്കളെ സ്നേഹിക്കുക. എത്ര പേർക്ക് സാധിക്കും? നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കും. എനിക്ക് എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, നിനക്ക് വേണ്ടി എന്തും തരും, എൻ്റെ കുടലൂടെ റോസ്റ്റ് ചെയ്ത് തരും. ഇല്ലയോ? നാഗപട്ടണത്ത് ഒരു മദർ പറഞ്ഞ പോലെ, ഞാൻ சொல்றது കേട്ടാൽ എന്നോട് കുടലെ കൂടെ റോസ്റ്റ് പണി കൊടുപ്പേൻ. ഇവരുടെ കുടൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അലങ്കാര ഭാഷ പറഞ്ഞതാണ്. എൻ്റെ ഇഷ്ടം ചെയ്യണം, അപ്പോൾ കുടൽ വറുത്ത് തരും. ഇതൊക്കെ നരകത്തിലേ പോകത്തുള്ളൂ. ഇതൊക്കെ അതുകൊണ്ട് ഓരോ വേലക്കാരും വിശ്വാസികൾ അറിഞ്ഞോണം, ഈ ധൂപപടത്തിലേക്ക് വരുമ്പോൾ നീ നിന്നെ തന്നെ സൗരഭ്യമായിട്ട് എരിച്ചു കളയുകയാണ്. മെഴുകുതിരി എരിയുന്ന പോലെ സ്വയം എരിച്ചു കളയുകയാണ്. അതാണ് ധൂപവർഗത്തിൻ്റെ പദ്ധതി. അതാണ് ആ കുരുവി എന്ത് ചെയ്യുന്നു? തനിക്ക് കൂട കണ്ടെത്തിയിരിക്കുന്നത്. മറ്റേ കുരുവി എന്ത് ചെയ്യുന്നു? വീട് കണ്ടെത്തി. നല്ല സഭയാണ്, കൊള്ളാം, പ്രാർത്ഥനക്കാരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പക്ഷപാതം ചെയ്യാനുണ്ട്, പലതുണ്ട്, കൊള്ളാം. പക്ഷേ അത് പ്രാകാരമേ ഉള്ളൂ, പുതിയ ഭൂമിയിൽ എത്തത്തുള്ളൂ. പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ ധൂപപീഠം പോലെ നീ നിൻ്റെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി. ഇനി നാം ജീവിക്കുന്ന നമുക്ക് വേണ്ടിയില്ല, താങ്കൾക്ക് വേണ്ടിയില്ല, മറ്റുള്ളവർക്ക് എത്രയോ വാക്യങ്ങളുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആ കാഴ്ചപ്പാട് ഒരു വിശ്വാസിക്കും വേലക്കാർക്കും വരുന്നില്ലെങ്കിൽ ചുമ്മാ ഓളം തള്ളി പോകാമെന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണത പ്രാപിക്കത്തില്ല. അതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൂട്, അതായത് നിത്യവാസ സ്ഥലം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ആരായ തലമുറ? നമുക്കുണ്ടാകുന്ന ജഡീയ സന്തതികളല്ല, നമ്മളൊരു ആൺകുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള തന്നെ ഒരു തലമുറ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ? വെളിപ്പാട് 1 അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി. അതാണ് യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോൾ ഒരു സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചതാണ്. വായിച്ച വാക്യം യെശയ്യാ 53. അവൻ എന്ത് ചെയ്തു? സന്തതിയെ കണ്ട് അതാണ് പുനരുത്ഥാനം. നമുക്കൊരു ഉയർപ്പുണ്ട്. അത് 53:10 വാക്യം.
എന്നാൽ അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. അതാണ് ആ സന്തതി, അതാണ് കുഞ്ഞുങ്ങൾക്ക് കൂട്. നിന്നിൽ വളരുന്ന ജയജീവിതം ചെയ്യുന്ന നിന്റെ ആൺകുട്ടി ക്രിസ്തുവിനോട് നിത്യതയിൽ സിയോനിൽ വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യെരുശലേമിൽ കാണണമെങ്കിൽ, ഈ കാഴ്ചപ്പാടും വെളിപ്പാടും നീ യാഗപീഠത്തിൽ കിടന്ന് കറങ്ങുകയല്ല. സഭയിലെ സന്തോഷം ഇവിടുത്തെ കൺവെൻഷനിൽ ഇറച്ചി വഹിക്കാനും പെരുമാറാനും പിന്നെ സോപ്പിടാനും തന്ത്രം കാണിക്കാനുമല്ല. പിന്നെയോ അതിനപ്പുറത്തേക്ക് പോകണം. ചിലപ്പോൾ സുവിശേഷം അറിയിക്കും. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. നിന്നെ തന്നെ എരിയണം. പൗലോസ് ഞാൻ പാനീയ ബലിയായി വാർക്കപ്പെടുന്നു. അങ്ങനെ ജീവിതം. ഇപ്പം ഞാൻ ആ കാഴ്ചപ്പാട് ഇവിടെ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ വന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഈ തണുപ്പ് പിടിച്ച് ഇടുക്കി കിടക്കേണ്ട ആവശ്യമുണ്ടോ? പറ. കൊട്ടാരക്കരയോ തിരുവല്ലായോ കോട്ടയോ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ അവർ തരും. തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ കഷ്ടം. ഞാൻ പറഞ്ഞു അങ്ങനല്ല. നമ്മൾ അവസാനം ആർക്കെങ്കിലും നന്മ ചെയ്ത് കഷ്ടപ്പെട്ട് മനുഷ്യർക്ക് ഇല്ലാത്തടത്ത് പോയി വേല ചെയ്യണം. അങ്ങനെ ആഗ്രഹിച്ച് തിരിഞ്ഞു വന്നതാണ്. കാരണം ഈ വെളിപ്പാട് കിട്ടിയോണ്ടാണ്. നിങ്ങൾക്കറിയാലോ, മിഷണറിമാർ ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ സ്ഥാപിച്ച പത്രോസ് എന്ന് പറയുന്ന പത്രോസീൻ ആണ് തോന്നുന്നത്, ഒരു സായിപ്പ് ജർമ്മനിയിൽ നിന്ന് വന്ന് ആണ് ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. അതേ ആ കാലത്തിൽ ജാതി പദം നോക്കാതെ ഏത് പ്രയാസത്തിൽ വരുന്നവനും വരുമ്പോൾ 2000 രൂപയുടെ ചീട്ട് കൊടുക്കും. ഈ 2000 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ച് വീട്ടിൽ പോവാം. ഇതുമാത്രം ജാതി മതമില്ലാത്ത മനുഷ്യർ അദ്ദേഹത്തിൻ്റെ ചീട്ട് വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് പോയി. അരി സാധനങ്ങൾ, ചികിത്സകൾ, അങ്ങനെ എവിടെല്ലാം. കണ്ണൂർ സുക്കൂൾ സാഹിബ് ജർമ്മൻകാരനായി. ഇവരെല്ലാം ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയിൽ ജർമ്മനിയിൽ പുതിയ ലോകം സൃഷ്ടിക്കാൻ പോയവരാണ്. അവസാനം ഹിറ്റ്ലറും ചത്തു, പ്രസ്ഥാനം പോയപ്പോൾ ഇവർക്കെല്ലാം ബോധം വന്നു. അങ്ങനെ ബോധം വന്ന് രക്ഷിക്കപ്പെട്ടവരെല്ലാം മിഷണറിമാരായി അച്ഛന്മാരായി ലോകത്തിൻ്റെ പല ഭാഗത്തും ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാർ അച്ഛനായും മിഷണറിയായും പോയിടത്തിൽ അവർ സ്വയം സാക്രിഫൈസ് ചെയ്ത് തങ്ങളുടെ ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് പലയിടത്തും പല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഒരുപാട് സ്ഥലത്തുണ്ട്. ഇതുപോലെ പ്രിയ പെന്തിക്കോസ്റ്റുകാരെ, പ്രത്യേകം TPMകാരെ, നിങ്ങളിങ്ങനെ കുടുംബത്തെയും തൊട്ടിലിട്ട് ആട്ടി കുഞ്ഞുങ്ങളെ വളർത്തി പോകുന്നതല്ല നിങ്ങളുടെ അവസാനം ഈ ഇതിൽ വരുന്നവർ, പരിജ്ഞാനം പ്രാപിക്കുന്നവർ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പണം ചെയ്യണം. അത് ആത്മാവിനും മറ്റുള്ളവരുടെ ശരീരനന്മയ്ക്കും നിങ്ങളെ തന്നെ വിനിയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വന്ന ഈ പ്രസ്ഥാനത്ത് നിങ്ങൾക്കൊരു സാധനവും കിട്ടും. ദൈവത്തിന് മുമ്പിൽ നീതിയില്ലാവും. പിന്നെ പോകാം, പ്രാകാരത്തിൽ കിടന്നിങ്ങനെ ഇറങ്ങാം, പുതിയ ഭൂമിയുടെ സന്തോഷം കിട്ടും. അവിടെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇതാ സ്വയം സാക്രിഫൈസ് ചെയ്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ധൂപപീഠം. അതാണ് തൻ്റെ പീഠങ്ങളിൽ വായിച്ച് 3-ാം വാക്യം മുതൽ 84-ാം സങ്കീർത്തനത്തിൻ്റെ ഇതേക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ചീഫ് പാസ്റ്റർമാർ പറഞ്ഞിരിക്കുന്നു സമയം ഒരുപാട് എടുക്കരുത്, ബാക്കി അടുത്ത ആഴ്ച പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ യാഗപീഠം എല്ലാം തമിഴ് പഠിക്കുക. നിന്റെ പീഠങ്ങളിൽ പീഠങ്ങളുണ്ടെങ്കിൽ യാഗപീഠം ഒന്നേ ഉള്ളൂ, ധൂപപീഠം രണ്ടാമത്താണ്. 27-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ യാഗപീഠം, മറ്റു ധൂപപീഠം. ഇത് ആരംഭഘട്ടം, മറ്റത് UKG. ആ UKGയിൽ വരുന്ന മനുഷ്യർ ഏത് സമൂഹത്തിലും, അതിന് പെന്തിക്കോസ് വരാത്തവരുണ്ടല്ലോ, ലോകത്തിൽ തന്നെ ഈ വെളിപ്പെടുത്തൽ കിട്ടിയവരെന്ത് ചെയ്യും? തങ്ങൾക്കായിട്ടല്ല, നാം ജീവിക്കുന്നത് തങ്ങൾക്കായിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് ഈ ജീവിതത്തിൻ്റെ ഫൈനൽ. ഇത് പ്രാപിക്കാതെ ഇപ്പോഴും ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഇച്ഛാച്ചനും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞ് കിട്ടുന്നതെല്ലാം സ്വന്തമായിട്ട് ഉപയോഗിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലും പോകുന്നു വിചാരിക്കരുത്. നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനീ ചെയ്യുന്നത്. കുറച്ചുകൂടെ നാളുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇതാ കുറച്ചുകൂടെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല. പ്രൊമോഷൻ ഞാൻ 20 വർഷം മുമ്പേ അത് വേണ്ടെന്ന് വെച്ചു. എന്തിന്? ഇതുപോലെ കുറേ കൂടെ സേവനം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് പോകും. ചിലർ റോളർ ഉരുട്ടുന്ന പോലെ ജീവിതം ഇങ്ങനെ വിഷമിച്ച് അവസാനം ആരെങ്കിലും ഗിയർ മാറ്റി കൊടുക്കുമ്പം ഇട്ടിട്ട് ഓടുന്ന പോലെ അങ്ങ് പോകും. അത് വരാതിരിക്കാൻ ബുദ്ധിയോടും ജ്ഞാനത്തോടും അവസാനം നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സൗരഭ്യമായി തീരണം. രക്ഷിക്കപ്പെടുന്നവരുടെയിലും, പോലീസ് പറയുന്ന ഒരു കൂട്ടരിലല്ല, TPMകാർ മാത്രമല്ല, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ഞങ്ങൾ ക്രിസ്തുയേശുവിൽ, കൊരിന്ത്യത്തിലാണോ വാക്യം? 10-ാം അധ്യായത്തിലാണോ? അതാ രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവർ ക്രിസ്തുവിൽ സൗരഭ്യമായി തീരുന്നവരായി തീരണം. ഇതാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അവസാനം. അല്ലെങ്കിൽ ചുമ്മാ കൊട്ടിയും തട്ടി അവസാനം യേശു ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അക്രമക്കാരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടും നിങ്ങൾ സമുദായക്കാരുടെ പോലും വിലയില്ലെങ്കിൽ ശിക്ഷ കിട്ടാതിരിക്കുമോ? ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം?
നമ്മുടെ ആയുസ്സിൻ നാളെല്ലാം കർത്താവേ നിനക്ക് പ്രസാദവും അവന് ഇഷ്ടവും ചെയ്ത് ഞാനോ കുറയണോ അവനോ ആ യേശു ക്രിസ്തു തന്നെ സാക്രിഫൈസായി ചെയ്തതുപോലെ നാമും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഐശ്വര്യം കൊണ്ട് ജീവിച്ച് നാം മെഴുകുതിരി എരിയുന്ന പോലെ എരിഞ്ഞു പോകുമ്പോൾ മരിച്ചിടത്തുനിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ഉയർപ്പിൻ. അതാണ് കുഞ്ഞുങ്ങൾക്ക് ഭാവിക്ക് വേണ്ടി നമ്മൾ ധൂപപീഠം തിരഞ്ഞെടുത്തത്. മറ്റത് കുഴപ്പമൊന്നുമില്ല, തന്നു കുടിച്ചിങ്ങനെ കറങ്ങിയടിച്ച് കിടക്കാം. പെന്തിക്കോസിൽ സുഖമുണ്ട്, പല ഇറച്ചി കഷ്ണവും തിന്ന് പിന്നെ ആ ചോരയുടെ മണമടിച്ച് ഇങ്ങനെ കറങ്ങിയടിച്ച് സുഖിക്കാൻ ഇവിടെ ഉണ്ട്. പക്ഷേ അതിലും വലിയ സുഖമാണ് ധൂപപീഠത്തിൽ സ്വയം എരിഞ്ഞ് സാക്രിഫൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. താട്ട് വായിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചിന്തിക്കാം. കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഇറക്കുമ്പോൾ അവരെ ജലാശയമാക്കുന്നു. പല കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടി ചിന്തിക്കാം. അതുകൊണ്ട് ആ വെളിപ്പാടായിരിക്കണം ഓരോ വിശ്വാസിക്കും വിലക്കാർക്കും. അല്ല ചുമ്മാ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ജീവിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ആ മൂന്നാം ഘട്ടത്തിൽ മറ്റുള്ള സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിച്ചുകൊണ്ട് എരിഞ്ഞ് അവസാനിക്കുന്നവരായിത്തീരണം. നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തി തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ആമേൻ ഹല്ലേലൂയ. ശരബഖബന കബിരം ദിലഷിയ ബിബോരം ബികബന സ്റ്റിനം ദിനം 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 ദിലഷിയ ദിനം ദിനം. ഹല്ലേലൂയ ഹല്ലേലൂയ.